ശ്രദ്ധയ്ക്കായി ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കാം, കാരണം ഞാൻ ഇത് സൂം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തുറന്ന വേദപുസ്തകത്തിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വേദപുസ്തകം വായിക്കുവാനുള്ള സാഹചര്യം ഉള്ളത് അത് നിങ്ങൾ കയ്യിലെടുത്താൽ നമുക്ക് ഒരുമിച്ച് ആ വാക്യങ്ങൾ വായിക്കുവാൻ കഴിയും. കൊലോസ്യർ 2:6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. आपके हाथ में जो किताब है आप उसको पढ़ सकते हैं. जैसे भी आपके पास में आप किताब पढ़ सकते हैं वैसे आप पढ़ सकते हैं. आगे കൊലോസ്യോ 2 अध्याय उसके 6वां और 7वां पद. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. अतः जैसे तुमने मसीह यीशु को प्रभु करके ग्रहण कर लिया है वैसे ही उसी में चलते रहो और उसी में जड़ पकड़ते और बढ़ते जाओ. और जैसे तुम सिखाए गए वैसे ही विश्वास में दृढ़ होते जाओ और अधिक अधिक धन्यवाद करते रहो. ഈ വാക്യത്തിൽ നിന്ന് 6 കാര്യങ്ങളാണ് നിങ്ങളുമായി സംസാരിപ്പാൻ എനിക്ക് പരിശുദ്ധാത്മാവിലുള്ള പ്രേരണ. और पवित्र आत्मा मुझे प्रेरित करता है कि इन आयतों से 6 बातों को आपके सामने मैं रखूं. ആ 6 കാര്യങ്ങൾ ഒരു വാക്കിൽ പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരാം. और उन 6 बातों को बताकर मैं इस विषय की ओर लौटना चाहूंगा. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്ന ഒരു ആത്മീക ഹല്ലേലൂയ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരണം. और पहली बात एक आत्मिक बोध हमारे अंदर होना है कि यीशु मसीह को हमें ग्रहण करना है. യേശുവിനെ നമുക്കായി നമുക്ക് ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഒരു ആത്മീയ ജനനം. और यीशु मसीह को हमारे अंदर ग्रहण करने वाली एक आत्मिक जन्म. അതിന്റെ അടുത്ത പടിയായി യേശുവിന്റെ കൂട്ടായ്മയിൽ നാം നടക്കണം, യേശുവിനോട് ചേർന്ന് നടക്കണം. और उसका अगला पद यह है कि हम उसी में चलते रहना है, यीशु के साथ संगति रखना है. ആ യേശുവുമായുള്ള ഫെലോഷിപ്പിൽ നാം നടക്കുമ്പോൾ നാം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് അടുത്ത 4 കാര്യങ്ങൾ. അവനിൽ വേരൂന്നണം, ആത്മീക വർധനവ് പ്രാപിക്കണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്തോത്രത്തിൽ കവിഞ്ഞു വരണം. और जैसे यीशु मसीह के साथ संगति करते हैं उसकी अगले आयत में 4 ऐसी बातें हैं जो हमारे जीवन में होना जरूरी है. हमें पहले बात जड़ पकड़ना है, दूसरी बात हमें विश्वास में हमें बढ़ते जाना है, और तीसरी बात विश्वास में दृढ़ होना है, और चौथी बात हमें अधिक से अधिक धन्यवाद देना है. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ മണ്ണിലെ യാത്രയുടെ ആത്മീക തത്വങ്ങളാണ്. അവ ഓരോന്നായി അല്പമായി ധ്യാനിപ്പാനും ഇന്നും നാളെയും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. और ये हमारे आत्मिक जीवन के लिए मसीही जीवन के बहुत ही कुछ महत्वपूर्ण सिद्धांत है जो आज और कल हम जरूर मनन करेंगे. അപ്പോസ്തലനായ പൗലോസ് എന്ന കരുത്തനായ ദൈവദാസന്റെ തൂലികയിൽ നിന്ന് പുറത്തു വന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് കൊലോസ്യ ലേഖനം. और प्रेरित पौलुस के बहुत ही एक आशीषमय और आत्मा के द्वारा प्रेरित की गई एक पत्री है कोलोसी का पत्री. ഏകദേശം 14 ലേഖനങ്ങളാണ് ദൈവദാസൻ ആത്മനിയുക്തനായി ദൈവസഭയ്ക്ക് കൈമാറിയിട്ടുള്ളത്. और हम जानते हैं प्रभु के दास पौलुस ने करीब 14 ऐसे पत्रियों को कलीसिया के लिए लिखा है. പൗലോസിന്റെ പ്രധാന ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചാൽ തരം തിരിച്ചു പറയുവാൻ കഴിയാതെ വണ്ണം വ്യത്യസ്തമായ ശുശ്രൂഷകൾ തന്മയത്തോടെ ആത്മനിറവോടെ ചെയ്ത ഒരു അഭിഷിക്തനായിരുന്നു പൗലോസ്. और पौलुस का सबसे महत्वपूर्ण अगर सेवा क्या है पूछेंगे तो हम एक नहीं बता पाएंगे. अलग अलग तरीके से प्रभु के आत्मा के नियोग अगुवाई में उन्होंने अलग अलग सेवाओं को किया, उसका पूर्तिकरण किया. ഏകദേശം 30-31 വയസ്സോടുകൂടി കർത്താവിനെ നേരിട്ട് കാണുവാൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തനിക്ക് ഭാഗ്യമുണ്ടായി. और करीब 30 या 31 साल में परमेश्वर ने उनके जीवन में यह अनुग्रह दिया कि वो प्रभु यीशु के साथ उनका भेंट हो जाए दमिश्क के राह में. അടുത്ത 36-37 വർഷങ്ങൾ നീണ്ടു നിന്നതായിരുന്നു തന്റെ ശുശ്രൂഷയുടെ ചരിത്രം. और अगला 36-37 साल के लिए उनका जीवन या उनकी सेवा के विषय में हम देखते हैं. അപ്പോസ്തലനായും സുവിശേഷകനായും പ്രവാചകനായും ഇടയനായും അങ്ങനെ ശുശ്രൂഷയുടെ എല്ലാവിധ ഹല്ലേലൂയ മേഖലകളും ഒരുപോലെ ദൈവത്താൽ കൈകാര്യം ചെയ്ത അഭിഷിക്തൻ. और एक ऐसा अभिषिक्त दास थे जो भविष्यवक्ता थे और चरवाह के रूप में थे और प्रचारक थे. इस प्रकार से अलग अलग पदों को इस्तेमाल कर प्रभु के लिए बहुत ही इस्तेमाल होने वाले प्रभु के दास. ആ തന്റെ പ്രഭാഷണങ്ങളും തന്റെ പഠിപ്പിക്കലും ഒക്കെ പ്രസിദ്ധമാണ്.
और उनके जो भी प्रचार है, जो भी शिक्षाएं हैं, बहुत ही प्रसिद्ध है। അതിന്റെ കൂട്ടത്തിലാണ് നമുക്ക് ഈ 14 ലേഖനങ്ങൾ, ഏകദേശം 14 ലേഖനങ്ങൾ ദൈവസഭയുടെ നിലനിൽപ്പിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. और उसी के साथ साथ ये 14 पत्रियों को हमने प्राप्त किया है, जो कलीसिया के आत्मिक जीवन के स्थिरता के लिए प्राप्त किया गया है। തന്റെ ലേഖനങ്ങളിൽ ചിലത് ഉപദേശപരമായ ലേഖനങ്ങളാണ്, സഭയ്ക്കുള്ള ചരിത്ര ലേഖനങ്ങളാണ്. അപ്പോൾ തന്നെ ചില ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നു. और कुछ ऐसी पत्रियां हैं जो कलीसिया के लिए उपदेश देने वाली पत्रियां हैं, कुछ ऐसे पत्रियां हैं जो शिक्षा देने वाली हैं, कुछ ऐसे पत्रियां हैं जो बंदी गृह से लिखी गई हैं। തന്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 4 ലേഖനങ്ങളുണ്ട്. അത് എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലോമോൻ എന്നീ ലേഖനങ്ങളാണ്. और उनके 4 ऐसे पत्रियां हैं जो हम सोचते हैं कि वो बंदी गृह से लिखे गए हैं, एफेसियो, कोलोसियो, फिलिप्पी और फिलेमोन। തിമത്തിയോസിന്റെ ലേഖനത്തിലും ചിലത് കാരാഗ്രഹ ലേഖനങ്ങളാണ്. എന്നാൽ പ്രത്യേകമായി കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ 4 ആണ്. और तिमोथियस का भी जो पत्री है, सोचते हैं कि शायद वो भी बंदी गृह से लिखा गया है, परंतु महत्व प्रमुख में ये 4 पत्रियां हैं। ഈ ലേഖനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. और ये सारे पत्रियां हमें एक बात को सिखाती हैं। ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവകൃപ ചോർന്നു പോകുന്ന ഒരു സാഹചര്യങ്ങളും ദൈവം അനുവദിക്കുകയില്ല. और एक परमेश्वर के दास के जीवन में ऐसी प्रभु कोई भी अवस्थाओं को अनुमति नहीं देगा जहां पर उसकी आशीष या उसकी अनुग्रह से निकल कर जाए। ഒരു സഭാഹോളിന്റെ 4 ചുവരിൽ ഇരിക്കണമെന്ന് നിർബന്ധമില്ല പ്രസംഗങ്ങൾ പുറത്തു വരുവാൻ. और एक कलीसिया के 4 दीवारों के अंदर बैठना जरूरी नहीं है ताकि आपका प्रचार बाहर को निकले। പാട്ടുകാരുടെ സംഘങ്ങളും കേൾവിക്കാരും നിൽക്കേണ്ട ആത്മപ്രദർശനങ്ങൾ ജീവിതത്തിൽ ശുശ്രൂഷയിൽ വെളിപ്പെടുവാൻ. और बड़े बड़े गायकों की या वाद्य यंत्रों की जरूरत नहीं है ताकि आत्मिक सेवाओं का प्रदर्शन हो। തടവറകളെയും ആരാധന സ്ഥലങ്ങളാക്കി മാറ്റാമെന്ന് തെളിയിച്ച ഭക്തനാണ് പൗലോസ്. पौलुस ऐसा प्रभु का दास है जिसने इस बात को साबित किया कि बंदी गृह को भी एक आराधना का स्थान होकर बदल सकते हैं। തടവറകളും സുവിശേഷ പ്രഘോഷണത്തിന്റെ വേദികളാക്കി മാറ്റിയ കരുത്തനായ സുവിശേഷകനാണ് പൗലോസ്. और बंदी गृह को भी एक अच्छे प्रचार के या प्रचार करने के लिए एक स्टेज के रूप में बदलने वाला एक दास है पौलुस। തന്റെ ജീവിതത്തിലെ തടവുകളെയും പ്രതിസന്ധികളെയും മറ്റുള്ളവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന ലേഖനങ്ങൾ എഴുതത്തക്കവണ്ണം തന്റെ കരങ്ങൾക്ക് കർത്താവ് ശക്തി കൊടുത്തു. परमेश्वर ने उनको हाथों को इतना सामर्थ्य दिया कि वो अनेकों को प्रेरित कर पाए, बंदी गृह में रहकर भी अनेकों को उत्साह करने वाले एक ऐसा अभिषेक प्रभु ने उनको दिया। നാം ഫിലിപ്പിയ ലേഖനങ്ങള്, ഫിലോമോന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, താൻ തടവിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ അടിമയായിരുന്ന അല്ലെങ്കിൽ ഒനേസിമോസിനെയും കാവൽക്കൂട്ടത്തിലുള്ള പടയാളികളെയും യേശുവിലേക്ക് നയിക്കത്തക്കവണ്ണം സുവിശേഷ ആത്മാവ് തന്റെ മേൽ വ്യാപരിച്ചു. हम जब फिलिपियों की पत्री, फिलेमोन की पत्रियों को पढ़ते हैं, हमें पता चलता है कि उनेसिमुस जो एक दास था, एक गुलाम था, और उसी के साथ साथ वहां पर जितने भी पहरा में रुकने वाले लोग थे, उन लोगों को भी सुसमाचार बोलकर उनको परिवर्तन में लेकर या उनको मन फिराव में लेकर आने वाली एक ऐसा अभिषेक उनके अंदर थी। ഏഷ്യ മൈനറിലെ ഏറ്റവും പ്രസിദ്ധമായ പുരാതന പട്ടണങ്ങളിൽ ഒന്നായിരുന്നു കൊലോസി എന്ന സ്ഥലം. और एशिया माइनर में सबसे पुराने शहरों में से एक शहर था कुलुसियों का शहर। വാണിജ്യ ശൃംഖലകളുടെ പെരുപ്പം നിമിത്തം വളരെ ധനാഢ്യരായ ജനങ്ങൾ പാർത്തിരുന്ന കൊലോസിയ പട്ടണം. और ऐसा एक शहर था जो बहुत ही संस्कृति रूप में बहुत ही धनी थे। वो ഫിലോമോനെ പോലൊക്കെയുള്ള ധനാഢ്യരായ വ്യക്തികൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. और फिलेमोन जैसे बहुत ही धनवान लोग उस शहर में रहते थे। അങ്ങനെ കൊലോസിയ പട്ടണത്തിൽ എഫ്രാത്തീസിനെ പോലുള്ള പൗലോസിന്റെ ശിഷ്യഗണങ്ങളൊക്കെ പോയി ഒരു സഭ അവിടെ ആരംഭിച്ചു. और ऐसे पौलुस के कुछ शिष्य जो थे, एपफ्रोदितस, जो उस कुलुस के शहर में जाकर वहां पर एक कलीसिया को स्थापित करते हैं। സഭ അവിടെ ശക്തമായി വളർന്ന് യേശുവിന്റെ ഉപദേശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കാലഘട്ടം. और एक ऐसा समय जहां पर कलीसिया बहुत ही शक्तिशाली रूप में प्रभु के लिए खड़ा होने वाले इस कलीसिया बन गई थी। അവിടെ എല്ലാ കാലത്തെയും പോലെ ദൈവസഭകൾക്ക് നേരെ ശത്രു പ്രയോഗിക്കുന്ന ഏറ്റവും മാരക ആയുധമാണ് ദുരുപദേശം. और हर समय के समान
कलीसिया के विरुद्ध में शैतान जो हथियार को इस्तेमाल करता है वो है झूठी शिक्षा। वहां पर भी हम देखते हैं। പക്ഷെ ദൈവമക്കളെ, പലപ്പോഴും നാം തെറ്റിദ്ധരിക്കാറുണ്ട്. ദൈവസഭയ്ക്ക് നേരെയുള്ള പീഡ പ്രതികൂലം എന്ന് പറയുമ്പോൾ പാസ്റ്റർമാരെ പിടിച്ച് തടവിലിടുന്നതോ സഭാഹോള് തല്ലി തകർക്കുന്നതോ ഒക്കെയാണെന്ന് നാം തെറ്റിദ്ധരിക്കാറുണ്ട്. और कई बार हम सोचते हैं कि कलीसिया के विरुद्ध में उठने वाली जो परेशानियां हैं, वो जो समस्या है, वो शायद परमेश्वर के दासों को बंदीगृह में डालना, उनको सताना, ये सब है। कई बार हमारे मनों में हम इस बात को सोचते हैं। അതൊക്കെ കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആശ്വാസവും വിടുതലും അതാത് സമയങ്ങളിൽ ദൈവം നൽകുമാറാകട്ടെ. और उनके जीवन में ये कष्ट और जो भी परेशानियां हैं, ये सब जरूर होता है, उसके लिए प्रार्थना करना जरूरी भी है। എന്നാൽ ഇന്ന് രാത്രി മാന്യ ദൈവദാസിദാസന്മാർ തിരിച്ചറിയണം, ദൈവസഭയുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ പ്രതികൂലം ആലയത്തിനകത്തേക്ക് ലോകം കടത്തിവിടുന്നതാണ്. और मेरे प्रिय लोगों, आप जो मुझे सुन रहे हैं, इस बात को समझो कि सबसे बड़ा प्रतिकूल बात क्या है? वो यह है कि संसारिक बातों को कलीसिया में आने की अनुमति देना। ഈ കൊലോസ്യ സഭയിലും ധാരാളം ദുരുപദേശങ്ങൾ മത നേതാക്കന്മാർ നുഴഞ്ഞു കയറി സഭയ്ക്കകത്തേക്ക് ദൈവഹിതമില്ലാത്ത ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ സഭയിലേക്ക് കടത്തിവിടുവാൻ തുടങ്ങി. कोलोस के कलीसिया में भी कुछ ऐसा ही हुआ। वहां के धार्मिक गुरु जो है, इस कलीसिया में घुसकर झूठी शिक्षाओं को, झूठी उपदेशों को देने लगे, लोगों को भरमाने लगे। അതിന്റെ ഒരു വിശദീകരണം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നമുക്ക് തരുന്നുണ്ട്. और कोलोसियो उसका दूसरा अध्याय में कुछ बातों को वहां पर उल्लेख किया गया है। ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ട് മടങ്ങി വരാം. और मैं उन आयतों को पढ़ना नहीं चाहूंगा, कुछ बातों को उनमें से कुछ बताकर मैं आगे बढ़ना चाहूंगा। ഒന്നാമത് സഭയിലേക്ക് കടത്തിവിട്ടത് സെറിമോണിലിസം ആണ്. കർമ്മ ആചാരങ്ങൾ, മതാചാരങ്ങളാണ്. और पहली बात जो कलीसिया में प्रवेश किया गया वो है रीति रिवाजों का पालन करना। ഭക്ഷണപാനീയങ്ങൾ, വാവ്, ശബത്ത്, പെരുന്നാൾ ഇവയൊക്കെയാണ് നമ്മൾ ആഘോഷമായി കൊണ്ടു നടക്കേണ്ടെന്ന് പറഞ്ഞ് ദൈവവചനത്തെക്കാൾ ആഘോഷങ്ങൾക്കും പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരു കൂട്ടം ഉപദേശങ്ങൾ. और ऐसी कुछ शिक्षाएं आई थी जहां पर पर्व और शबत के दिन को और खाने पीने की बातों को ज्यादा महत्व देने लगे, इसके बजाय कि परमेश्वर के वचन को वो महत्व दे। അടുത്തൊരു ഉപദേശമാണ് അസറ്റിസം എന്ന് പറയുന്ന സെൽഫ് ഡിസിപ്ലിനും സ്വയം പരിത്യാഗം ചെയ്യുന്ന, ക്രൂശിന് വേണ്ടി ത്യജിക്കുകയല്ല, തിന്നരുത്, തൊടരുത്, രുചിക്കരുതെന്ന് പറഞ്ഞ് മാനുഷിക കൽപ്പനകളായ കുറെ നിയമങ്ങൾ അവർ കൊണ്ടുവന്നു. दूसरी शिक्षा यह थी कि अपने आप को अनुशासित करना, इसलिए नहीं कि क्रूस को उठाना है, परंतु अपने आप को सही करना। कुछ खाना नहीं है, कुछ छूना नहीं है, कुछ देखना नहीं है। स्वयं शिक्षा या स्वयं अनुशासित करने वाली एक ऐसी शिक्षा। മൂന്നാമത് ദൂത ആരാധന, ഏഞ്ചലിക് വർഷിപ്പ് അവിടെ അവര് അവതരിപ്പിക്കുവാൻ തുടങ്ങി. और तीसरी बात, जो तीसरी शिक्षा उनके बीच में आई थी, वो स्वर्ग दूतों की आराधना होने लगी। ഇതെല്ലാം 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. और ये सारी बातें दूसरे अध्याय में हम पढ़ते हैं। മൂന്നാമത് ഡിപ്രിസിയേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ വില ഇടിച്ചു കളയുന്ന, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർ അവിടെ എഴുന്നേൽക്കുവാൻ തുടങ്ങി. और तीसरी जो ऐसी झूठी शिक्षा उनके बीच में आई कि यीशु मसीह के दिव्यता को या यीशु मसीह की ईश्वरता को वो उसको हल्के में लेने लगे, उसके विषय में कोई महत्व नहीं देने लगे। വേറൊരു കൂട്ടരാണ് സീക്രട്ട് നോളജ്, ജ്ഞാനവാദികളായിട്ട് എല്ലാം അറിയാം, തികഞ്ഞവരാണെന്ന സ്വയബോധവും ഞങ്ങളിൽ കഴിഞ്ഞ് ഒന്നുമില്ലെന്നും ഈ ലോകത്തിലെ ജ്ഞാനമാണ് സകല വലുതെന്നും പ്രഖ്യാപിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും എഴുന്നേറ്റു. और चौथी ऐसी शिक्षा उनके बीच में आई कि ऐसे कुछ लोग आए जहां पर वो सोचते थे कि उनके पास सारे दुनिया का ज्ञान है और उनके पास जो ज्ञान है वही संपूर्ण है, परिपूर्ण है, और बाकी सारे ज्ञान जो है वो मूर्खता है। ऐसे सोच को रखने वाले लोग। ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ക്രിസ്തു ആരാണെന്ന വെളിപ്പാടോടാണ് പൗലോസ് ഈ ലേഖനം തുടങ്ങുന്നത്. और इसके बीच में यीशु मसीह कौन है, इस बात के प्रकाशन के साथ पौलुस इस पत्री को लिखता है। സകലത്തിനും മീതെയുള്ളവനാണ് ക്രിസ്തുവെന്ന് ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് പൗലോസ് കൂടെ തയ്യാറാകുന്നു. और पवित्र आत्मा पौलुस को इस्तेमाल करता है इस बात को साबित करने के लिए कि यीशु इन सबके परे है। 1-ാം അധ്യായത്തിന്റെ 15 മുതൽ ആ ഭാഗം നമുക്ക് കാണാം. और पहला अध्याय उसके 15वां आयत से हम आगे को पढ़ते हैं.
ഈ ലോകത്തിന്റെ മുമ്പിൽ നാമും വെളിപ്പെടുത്തേണ്ടത് യേശു ആരാണെന്നാണ്. और इसलिए हमें भी इस संसार के सामने यीशु कौन है प्रकट करना जरूरी है। ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവദാസിദാസന്മാരെ, നമ്മുടെ ദൗത്യം എന്ന് പറയുന്ന ക്രിസ്തുവിനെ അറിയിക്കുക എന്ന ദൗത്യമാണ്. मेरे प्रिय परमेश्वर के दास दासियों, मैं आपको याद दिलाना चाहूंगा, हमारी जिम्मेदारी यह है कि यीशु कौन है, इस बात को हम संसार के सामने साबित करें। മറ്റു മതങ്ങളെ ഇടിച്ചു താഴ്ത്തുകയോ മറ്റു വിഷയങ്ങളെ ചെറുതാക്കിയല്ല, ക്രിസ്തു ആരാണെന്ന് നിർബാധം പറയുക എന്ന ഒരു വലിയ വിളിയാണ് നമ്മുടെ മേലുള്ളത്. दूसरे धर्मों को नीचा करना, उनको अपमानित करना, निंदा करना हमारी जिम्मेदारी नहीं है जो प्रभु ने सौंपा है। हम जो विश्वास करते प्रभु यीशु पर, उस यीशु को हमें साबित करना है, उसको ऊंचा करने की जिम्मेदारी हमें दिया गया है। ഇവിടെ യേശുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്നതും യേശു മാത്രം വലിയവനെന്നും ആ നാമം വലുതെന്നും പറയുന്ന പ്രധാനമായ 7 ചിന്തകളുണ്ട്. और यीशु ही श्रेष्ठ है, यीशु ही ईश्वरता को रखता है, इन बातों को साबित करने वाली 7 ऐसे विचार है। ഒന്ന്, യേശു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്ന് പറയുന്നു. और पहली बात वहां पर बताया गया है, यीशु मसीह अदृश्य परमेश्वर का प्रतिरूप है। അല്ലെങ്കിൽ മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത ദൈവം എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടിയത് യേശുവിൽ കൂടെയാണെന്ന് അർത്ഥം. और मनुष्य जो देख नहीं सकते हैं, जो अदृश्य था, वो यीशु मसीह के दौरान प्रकट हुआ है। 2, സർവ സൃഷ്ടിക്കും അവൻ ആദ്യജാതനാണ്. और दूसरी बात यह है कि वो सारे सृष्टि में पहलौठा है। സകലത്തിന്റെയും മുമ്പേ ഉള്ളവൻ ദൈവമാണെന്നുള്ള വെളിപ്പാട്, യേശുവാണെന്നുള്ള വെളിപ്പാട് കൊടുക്കുകയാണ്. और ये एक प्रकाशन यह है कि सारे सृष्टि के पहले यीशु मसीह था। സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വെളിപ്പാട്. 16वें आयत में, क्योंकि उसी में सारी वस्तुओं की सृष्टि हुई, स्वर्ग की हो अथवा पृथ्वी की, देखी अनदेखी, सिंहासन, प्रभुताएं, क्या प्रधानताएं, क्या अधिकार, सारी वस्तुएं उसी के द्वारा और उसी के लिए सृजी गई है। യേശു സകലത്തെയും നിർമ്മിച്ചവൻ മാത്രമല്ല, സകലത്തെയും നിലനിർത്തുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ്. यीशु मसीह ने सब कुछ सृष्टि नहीं किया है, उसी के द्वारा सब कुछ हुआ है, वही सबका नियंत्रण भी करता है। യേശു സഭയുടെ തലയാണ്, എല്ലാറ്റിനും മീതെയുള്ള സഭയുടെ തലയാണെന്ന വെളിപ്പാട്. यीशु सबके परे है, कलीसिया का भी सिर यीशु मसीह है। യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവനാണ്. यीशु जो मरे हुए हैं उसमें से पहला है जो जी उठा है। എന്റെ യേശു ആരാണെന്ന് പറയുവാൻ നമുക്ക് അഭിമാനം തോന്നണം. हम मेरा यीशु कौन है, इस बात को बोलने के लिए हमें बड़ी अभिमान होना है। ആരും ജനിക്കാത്ത പോലെ ജനിച്ചവനാണ് യേശു ക്രിസ്തു. और किसी और ने जैसे जन्म नहीं लिया, वैसे जन्म लेने वाला है यीशु मसीह। ആരും വളരാത്തതുപോലെ വളർന്നവൻ, ആരും ജീവിക്കാത്ത പോലെ ജീവിച്ചവനാണ് യേശു ക്രിസ്തു. जैसे कोई बढ़ नहीं पाया, जैसे कोई जी नहीं पाया, वैसे जीने वाला चलने वाला है यीशु मसीह। ആരും പ്രവർത്തിക്കാത്തതുപോലെ പ്രവർത്തിച്ച അത്ഭുത പുരുഷനാണ് ക്രിസ്തു. जैसे किसी ने कोई ऐसे कर्म नहीं किए हैं, ऐसे चमत्कार कर्मों को करने वाला है यीशु मसीह। ആരും വിധിക്കപ്പെടാത്ത പോലെ വിധിക്കപ്പെടുകയും ആരും സഹിക്കാത്ത പോലെ കഷ്ടങ്ങൾ സഹിക്കുകയും ചെയ്തവനാണ് യേശു ക്രിസ്തു. जैसे किसी के ऊपर न्याय नहीं हुआ है, वैसे न्याय को सहने वाला, जैसे कष्ट किसी ने नहीं सहा, वैसे कष्ट को सहने वाला है यीशु मसीह। ആരും മരിക്കാതെ പോലെ മരിക്കുകയും ആരും അടക്കപ്പെടാതെ പോലെ അടക്കപ്പെടുകയും ചെയ്യുന്നവനാണ് യേശു ക്രിസ്തു. जैसे कोई मर सकता है, वैसे मरा हुआ यीशु मसीह। जैसे किसी को दफना सकते हैं, वैसे दफनाया गया यीशु मसीह है। ആരും ഉയർത്തെഴുന്നേൽക്കാത്തതുപോലെ ഉയർത്തെഴുന്നേറ്റ ജയവീരനാണ് നമ്മുടെ യേശു ക്രിസ്തു. जैसा कोई अब तक जी उठा नहीं है, वैसे जी उठने वाला है यीशु मसीह, हमारा जयवंत यीशु मसीह। ഒരായുസ് മുഴുവൻ പറഞ്ഞാലും എന്റെ യേശുവിന്റെ ഗുണവിശേഷങ്ങൾ പറഞ്ഞു തീരുകയില്ല. सारी आयु हम यीशु मसीह के गुणों को अगर विश्लेषण करें, फिर भी काफी नहीं है। मैं आपको बताना चाहूंगा, ക്രിസ്തുവിനെ കൊലോസ്യ സഭയിലേക്ക് അവതരിപ്പിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് കൊടുക്കുന്ന 6 നിർദ്ദേശങ്ങൾ നാം ഇനിയും ചിന്തിച്ചു തുടങ്ങിയാണ്. और यीशु मसीह को कलूस के कलीसिया के सामने प्रकट कर इन 6 बातों को हम आगे की ओर मनन करेंगे। അതിന്റെ ഒന്നാം ഭാഗം നാം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നു. 2-6-7 വാക്യങ്ങളിലെ ഒന്നാം ഭാഗം, as you have received Jesus Christ, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ.
और दूसरा अध्याय उसके 6वां आयत, जैसे तुमने मसीह यीशु को प्रभु करके ग्रहण कर लिया है। ഞാൻ വിശ്വസിക്കുന്ന ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഭൂരിപക്ഷവും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കൈക്കൊണ്ടവരാണ്. मैं सोचता हूं मुझे सुनने वालों में से अधिकांश लोगों ने यीशु मसीह को अपना व्यक्तिगत उद्धारकर्ता के रूप में ग्रहण किया है। എന്നാൽ ഒരു സുവിശേഷ പ്രഭാഷകൻ എന്ന നിലയിൽ എപ്പോഴും ഞങ്ങളുടെ ആവേശമാണ് ആരെങ്കിലും ഇതുവരെ യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ അവരും ഈ സന്തോഷത്തിലേക്ക് വരണമെന്നുള്ളത്. परंतु क्योंकि हम सुसमाचार का प्रचार करते हैं, हमारे अंदर की हमेशा ये बात की उत्साह होती है कि सुनने वालों में से अगर कोई भी एक व्यक्ति हो जिसने यीशु को ग्रहण नहीं किया हो, वो आज यीशु मसीह को अपने जीवन में ग्रहण करने पाए। എന്താ ദൈവമക്കളെ, കർത്താവായ യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ और यीशु मसीह को ग्रहण करने का मतलब क्या है? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. यूहन्ना का सुसमाचार 1 अध्याय 12वें आयत में लिखा गया है, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. जिन्होंने यीशु मसीह पर विश्वास किया और उसे ग्रहण भी किया, उसको परमेश्वर का संतान होने का अधिकार प्राप्त हुआ है। യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മക്കളായി തീരുകയാണ്. यीशु मसीह को ग्रहण करने का मतलब यह है कि यीशु मसीह का संतान होना, बेटा बेटी होना है। കാരണം വേദപുസ്തകം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 4:12, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. क्योंकि प्रेरितों के काम 4 अध्याय 12वें आयत में लिखा गया है कि किसी और में उद्धार नहीं है, स्वर्ग के नीचे मनुष्य के बीच में केवल एक ही नाम है जिसके दौरान आप उद्धार पा सकते हैं। ഒരു ദൈവ പൈതൽ ആയി തീരുക എന്നതാണ് കർത്താവായ യേശുവിനെ കൈക്കൊള്ളുക എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. यीशु मसीह को ग्रहण करने का मतलब यही है कि आप परमेश्वर के संतान हो रहे हैं। റോമാലേഖനം 10:9 കൂടെ പറഞ്ഞ് ഞാനത് വിശദീകരിക്കുന്നു. और रोमी का पत्री उसका 10वां अध्याय उसके 9वें पद को बताकर विश्लेषण देना चाहूंगा। യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ആദരം കൊണ്ട് വാ കൊണ്ട് ഏറ്റുപറയണം ഈ രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കുവാൻ. जिन्होंने यीशु मसीह को अपने हृदय से विश्वास किया और इस बात को मानते हैं कि परमेश्वर ने उसको मरे हुए में से जी उठाया है, अपने जीभ से अंगीकार करते हैं, वो उद्धार को पाएंगे। ദൈവമക്കളെ, മനുഷ്യൻ പാപിയായിരുന്നു. मेरे प्रिय लोगों, मनुष्य पाप में जन्मा हुआ है ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ. और मनुष्य जो है परमेश्वर के प्रतिरूप में बनाए गए हैं। നിലത്തെ പൊടി കരങ്ങളിലെടുത്ത് മനുഷ്യ രൂപം കൊടുത്തിട്ട് ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ രൂപവും ആകൃതിയും കൊടുത്ത ദൈവം ആദമിനെ സൃഷ്ടിച്ചത്. और जमीन का धूल को उठाकर परमेश्वर ने मनुष्य को बनाया, अपना महिमा अपना तेजस को उसके अंदर समाया और उस प्रकार से परमेश्वर ने आदम और हव्वा को सृष्टि किया। ദൈവം എന്താണെന്ന് അറിയണമെങ്കിൽ ഏദൻ തോട്ടത്തിൽ പാപം സംഭവിക്കുന്നതിനുമുള്ള മനുഷ്യനെ നോക്കിയാൽ മതിയായിരുന്നു. और परमेश्वर कौन है या मनुष्य कैसा है, ये आदम वाटिका में पाप में गिरने से पहले मनुष्य की अवस्था क्या है वो हम देख सकते हैं। അതുകൊണ്ടാ ദൈവം പറഞ്ഞു, അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം. इसलिए परमेश्वर ने कहा, आओ हम अपने स्वरूप में अपने आकार में मनुष्य को बनाएं। എന്നാൽ ദൈവമക്കളെ, പാപം ചെയ്തപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടത് ദൈവത്തിന്റെ സ്വരൂപമാണ്. और जब मनुष्य ने पाप किया नष्ट हुआ, परमेश्वर का स्वरूप नष्ट हुआ। അതുകൊണ്ടാണ് പറഞ്ഞത്, പാപം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുന്ന ആ മരണം മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവ തേജസ്സാണ്. और जब परमेश्वर ने कहा कि जब तुम इस फल को खाओगे तुम निश्चित मरोगे मतलब यह है कि आप परमेश्वर की महिमा या तेजस जो आपके ऊपर है वो आप खोएंगे। ആത്മീക മരണം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, अगर आत्मिक मृत्यु क्या है किसी ने सवाल किया, ദൈവ തേജസ് നഷ്ടപ്പെടുന്നതിന്റെ പേരാണ് ആത്മീക മരണം, സ്പിരിച്വൽ ഡെത്ത്. और परमेश्वर या ईश्वरीय महिमा को खोना है आत्मिक मृत्यु। അതുകൊണ്ടാണ് റോമലേഖനം 3:23 നാം ഇങ്ങനെ പറയുന്നത്, इसलिए रोमियों का पत्री 3 अध्याय 23 में लिखा गया है, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെട്ടു. हर एक मनुष्य ने पाप किया है, परमेश्वर के महिमा से वंचित है। അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ ദൈവ തേജസ് എന്ന്?
तो हम पूछेंगे कि परमेश्वर की महिमा क्या है। ദൈവ തേജസ് എന്ന് പറയുമ്പോൾ സൂര്യനെ പോലെ വിളങ്ങുന്ന കുറെ വെളിച്ചമാണോ? क्या इस परमेश्वर का महिमा मतलब सूर्य की जैसे प्रकाश है? ये प्रकाश ദ है। ഗ്ലോറി ഓഫ് ദ ലോർഡ് എന്താണെന്നൊന്ന് നിർവചിക്കാൻ ശ്രമിച്ചാൽ अगर हम सोचने या इस बात को देखेंगे कि परमेश्वर की महिमा क्या है, നമുക്ക് ഉത്തരം കിട്ടുന്നത് യോഹന്നാൻ 1:14. और हम उसका उत्तर पाते हैं यूहन्ना पहला अध्याय उसका 14वां आयत। വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. और वचन जो है वो वचन ഫ്ലഷ് वचन जो है शरीर होकर हमारे बीच में प्रकट हुआ और सत्य और अनुग्रह में हमारे बीच में वास किया। ഞങ്ങൾ ആ ജഡമായി തീർന്ന വചനത്തിലോട്ട് നോക്കിയപ്പോൾ ഒരു തേജസ് കണ്ടു. और जो हमने वचन जो देह हुआ, देहदारी हुआ, उसकी ओर देखा तो महिमा पाया। ആ തേജസ് ദൈവപുത്രന്റെ തേജസ്സായിരുന്നു. और वो जो महिमा थी वो पिता के इकलौते पुत्र की महिमा थी। അപ്പൊ ദൈവമക്കളെ, ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. और परमेश्वर का महिमा मतलब परमेश्वर का इकलौता पुत्र यीशु मसीह है। യേശുവിനെ നഷ്ടപ്പെടുന്നതാണ് തേജസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. यीशु मसीह को खोना है परमेश्वर की महिमा को खोने के बराबर है। നാം ഓരോ പ്രാവശ്യവും തെറ്റുകൾ ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ നമ്മിൽ നടക്കുന്ന മരണം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മെ വിട്ടുമാറുകയാണ്. और जब भी हम पाप करते हैं या गलत काम हालेलुया। करते हैं, हम क्या खोते हैं? हम परमेश्वर यीशु मसीह को हमारे जीवन से हम खोते हैं। ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ നാം വെറും ജഡീകരാണെന്ന സത്യം തിരിച്ചറിയണം. अगर परमेश्वर की उपस्थिति हमारे साथ में नहीं है तो केवल हम शरीर के अनुसार चलने वाले मनुष्य हैं। I may be preaching, singing or dancing or clapping or jumping and hopping. If the presence of the Lord is there, I am just a carnal man. और मैं नाचता होगा, मैं गाता होगा, मैं बहुत कुछ प्रभु के लिए आराधना में करता रहूंगा, परंतु अगर परमेश्वर की उपस्थिति मेरे साथ में नहीं है तो मैं एक शारीरिक मनुष्य हूँ। പെന്തിക്കോസ്ത് സഭയിൽ പെന്തിക്കോസ്തുകാരനാണെങ്കിലും പാസ്റ്റർ ആണെങ്കിലും ആത്മസാന്നിധ്യം ദൈവ തേജസ് നഷ്ടപ്പെട്ടാൽ അവൻ ജഡീകനാണെന്ന് അറിയണം. अगर वो एक पेंतिकोस्त भी क्यों ना हो, पेंतिकोस्त अनुभव में चलने वाला व्यक्ति क्यों ना हो, अगर उसके साथ में प्रभु की उपस्थिति नहीं है तो वो एक शारीरिक मनुष्य के तुल्य है। അതല്ലേ സംഭവിച്ചത്? ദൈവത്തിന്റെ തേജസ് ആവരണമായി ദൈവത്തിന്റെ തോട്ടത്തിൽ നടന്ന മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ തോട്ടത്തിന് പുറത്തായി. और इसलिए हम देखते हैं कि वो मनुष्य परमेश्वर की महिमा से भरा हुआ था, परमेश्वर के साथ में चलता था, जब परमेश्वर की उपस्थिति और महिमा उससे वंचित हो गई या खो बैठा तो वो उस आदन के वाटिका से बाहर हुआ। ദൈവ തേജസ് നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് വികൃത രൂപം അല്ലെങ്കിൽ പാപത്തിന്റെ നഗ്നത എന്ന് പറയുന്നത്. और परमेश्वर की महिमा वंचित होने का यही रूप होता है कि हम पाप में चलते हैं, पाप से भरे हुए होते हैं। പാപത്തിന്റെ രൂപം, വികൃത രൂപം കണ്ടാൽ നമുക്ക് നമ്മോട് തന്നെ ലജ്ജ തോന്നും. अगर पाप का वो दृश्य या आकार या स्वरूप हम देखते हैं तो हम अपने आप को अगर देखेंगे आईने में तो हमें अपने आप से हमें शर्म महसूस होगी। അതുകൊണ്ടല്ലേ ആദമും ഹവ്വയും ഓടി മരത്തിന് പുറകിലേക്ക് ഒളിച്ചത്. और इसलिए आदम और हव्वा जब परमेश्वर उस वाटिका में आया, परमेश्वर से छिपकर उस पेड़ों के पीछे वो छुपने लगे। അവരുടെ കണ്ണ് തുറന്നപ്പോൾ അവർ അറിഞ്ഞത് ഞങ്ങൾ വികൃത രൂപികളാണ്, നഗ്നരാണെന്ന് അറിഞ്ഞത്. जब उनकी आंखें खुली तो इन्होंने इस बात को समझ लिया कि हम नंगे हैं। ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യതയില്ലാത്തവരാണ്, ദൈവത്തിന്റെ മുമ്പിൽ നടക്കുവാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന ബോധ്യമാണ് പാപം അവർക്ക് കൊടുത്തത്. और पाप ने इस बात का बोध दिया कि उनके अंदर ऐसी कोई हैसियत नहीं है, औकात नहीं है कि वो परमेश्वर के सामने खड़े हो जाए या लोगों के संसार के सामने खड़े हो जाए। അവരത് മറയ്ക്കുവാൻ അത്തിയിലകൾ കൊണ്ട് വസ്ത്രം തുന്നി നോക്കി. अंजीर के पत्तों से उन्होंने अपने लिए एक वस्त्र को बनाया। അവർ മരത്തിന്റെ പുറകിൽ മറഞ്ഞു നോക്കി. और वो पेड़ के पीछे छिपने लगे। ദൈവമക്കളെ, പാപത്തിന് പരിഹാരം പാപം മറയ്ക്കുന്നതോ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ ഓടി നിൽക്കുന്നതോ അല്ല. और पाप का जो सुझाव है वो पाप से छिपना या पाप से भागना ऐसा नहीं है।
പാപത്തിന് പരിഹാരം, പാപത്തിനൊരു പ്രായശ്ചിത്തം ആവശ്യമാണ്. और पाप का यही सुझाव है, यही उसका सॉल्यूशन है कि आपको एक प्रायश्चित की जरूरत है. പാപത്തിൽ അകപ്പെട്ട മനുഷ്യന്റെ വീണ്ടെടുപ്പ് അസാധ്യമെന്ന് ദൈവത്തിന്റെ നീതി വിധി എഴുതി. और परमेश्वर के धर्म या न्याय के अनुसार एक मनुष्य जो पाप में गिरा है उसका उद्धार होना मुश्किल है उसके कर्मों के द्वारा. ദൈവം നീതിമാന ദൈവമാണ്. ദൈവം പാപത്തോട് മുഖം നോക്കുകയില്ല. और परमेश्वर जो है न्याय करने वाला है, वो जो पापियों के प्रति अपने मुख नहीं अनुग्रह नहीं करता है. 90% വിശുദ്ധനും 10% കോംപ്രമൈസ് ചെയ്യുന്ന ആളുമല്ല ദൈവം. और परमेश्वर 90% जो है पवित्र है, 10% हमारे साथ समझौता करेगा, ऐसा परमेश्वर नहीं है हमारा. ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാണ്. സ്വർഗം പോലും തന്റെ നോട്ടത്തിൽ വിശുദ്ധമല്ലെന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. और परमेश्वर अति पवित्र है और स्वर्ग भी उसके दृष्टि में पवित्र नहीं है, परमेश्वर के वचनों में हम पढ़ते हैं. അതുകൊണ്ടാണ് സ്വർഗീയ ആരാധനയുടെ ആകത്തുകയെന്ന് പറയുന്നത് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. इसलिए स्वर्ग में हमेशा होने वाली एक ही बात है, एक ही आराधना है, और यह है ध्वनि कि परमेश्वर पवित्र है, पवित्र है. നമ്മുടെ ആരാധനകളിലൊക്കെ നമ്മൾ കൂടുതലും പറയുന്നത് ദൈവം ഞങ്ങൾക്കെല്ലാം തരുന്നവനാണ്, വഴി തുറക്കും ആഴികളിൽ ദൈവം ഞങ്ങളെ ശക്തിപ്പെടുത്തും, സൗഖ്യമാക്കും. ഇങ്ങനെ നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. हमारी आराधनाओं में कई बार हम परमेश्वर को इस प्रकार से सम्मान देते हैं कि वो हमारे लिए रास्ता को खोलने वाला है, छुटकारा देने वाला है, चंगाई देने वाला है. केवल इन बातों को हम बोलकर समाप्त करते हैं. 22-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ മത്തായി 27-ാം അധ്യായങ്ങള് അല്ലെങ്കിൽ എല്ലാ സുവിശേഷങ്ങളുടെയും അവസാന അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഒരു ചരിത്രം കാണുന്നുണ്ട്. और भजन संहिता 22 को और सारे सुसमाचारों के अंतिम अध्यायों को जब पढ़ते हैं तो वहां पर एक बात रेखांकित किया गया है. കാൽവറിയിൽ യേശുക്രിസ്തു പരമയാഗമായി തീരുന്ന ആ സമയത്ത് ഒരു ഇരുട്ടും ആ ഇരുട്ടിനകത്ത് മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഏലി ഏലി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ എന്നെ എന്തിനാ അങ്ങ് കൈവിട്ടെ. जब यीशु मसीह अपने अंतिम श्वास की ओर आ रहे थे और वहां पर अंधकार छा गया और यीशु मसीह ने एक जोर से कहा, एली एली लमा समक्तनी. इसका मतलब है कि ये मेरे परमेश्वर, तूने मुझे क्यों त्याग दिया. ദൈവം തന്റെ മകനെ എന്തുകൊണ്ട് കൈവിട്ടു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. और परमेश्वर ने अपने पुत्र को क्यों त्याग दिया, इस सवाल का उत्तर है जो मैं अभी देने वाला हूं. കാരണം ദൈവപുത്രന്റെ മുകളിൽ ലോകത്തിന്റെ പാപം മുഴുവൻ ഇരിക്കുന്നത് കൊണ്ട് ദൈവം നീതിമാനായ വിശുദ്ധനായ ദൈവം അങ്ങോട്ട് നോക്കുകയില്ല. ദൈവം മുഖം തിരിച്ചു കളഞ്ഞു. और क्योंकि सारे संसार का पाप यीशु मसीह अपने ऊपर ले रहा था, और क्योंकि परमेश्वर पवित्र है, न्यायी है, इसलिए परमेश्वर ने अपने मुख को यीशु की ओर से फिराया, और इसलिए वो सवाल वहां पर देखते हैं. ദൈവം പാപത്തിന് നേരെ മുഖം തിരിച്ചതാണ് ദൈവപുത്രനെ ദൈവം കൈവിട്ടു എന്ന പദത്തിന്റെ അർത്ഥം. और यीशु मसीह परमेश्वर ने अपने मुख को उस पाप की ओर से हटा दिया, इसलिए वो सवाल किया गया है कि तूने मुझे क्यों त्याग दिया. അങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട മനുഷ്യന് ഇനി ഒരു മടങ്ങി വരവില്ല എന്ന് നീതി വിധി എഴുതി. और जैसे व्यवस्था के अनुसार जो व्यक्ति को आदम की वाटिका से बाहर कर दिया गया, बहिष्कृत किया, उसको वापस आने का कोई नियम नहीं है, अनुमति नहीं है. കാരണം പാപം വരുത്തിയ വികൃത രൂപം വെച്ചുകൊണ്ട് മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് വരാൻ പറ്റത്തില്ല. क्योंकि पाप में जीने वाला, पाप के स्वरूप में होने वाले यह मनुष्य फिर से परमेश्वर की उपस्थिति में नहीं आ सकता है. ന്യായപ്രമാണങ്ങളും മതങ്ങളും ആചാരങ്ങളും പൗരോഹിത്യവും തത്വങ്ങളും ദേവാലയങ്ങളും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, മനുഷ്യൻ ഇനി ഒരു മടങ്ങി വരവില്ല. और सारे जो भी अज्ञाएं हैं, सारी व्यवस्था, सारे पुरोहित, सारे जो धार्मिक स्थान है, वो इस बात को फिर से ऐलान करते थे कि परमेश्वर के सन्मुख में आने की योग्यता अब मनुष्य में नहीं है. കാരണം ദൈവത്തിന്റെ നീതി കത്തി ജ്വലിച്ചു നിൽക്കുകയാണ് പാപത്തിന് നേരെ. क्योंकि परमेश्वर का न्याय व्यवस्था पाप के विरुद्ध में जलता हुआ, भड़कता हुआ, धड़कता हुआ देखते हैं. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. परमेश्वर भस्म करने वाला आग है. പൊന്നിനും വെള്ളിക്കും വിലയേറിയ രത്നങ്ങൾക്കും മാത്രമല്ല, ഈ ഭൂമി മുഴുവൻ, അഖിലാണ്ടം മുഴുവൻ തീരെഴുതി കൊടുത്താലും മനുഷ്യന്റെ വീണ്ടെടുപ്പ് അസാധ്യം. केवल सोना या चांदी या बहुमूल्य रत्नों से नहीं, परंतु संसार को भी पूरी आप बेच कर दे, फिर भी मनुष्य का उद्धार असंभव है.
കാളകളുടെയും പശുക്കളുടെയും ആടുകളുടെയും പ്രാവുകളുടെയും രക്തം യാഗപീഠത്തിന്മേൽ പുഴ പോലെ ഒഴുകിയിട്ടും പാപത്തിന് പരിഹാരം പ്രായശ്ചിത്തം നടന്നില്ല. और अगर सारे जंगल के जानवरों का लहू को, आकाश के पंछियों के लहू को आप नदी के समान बहा दे, फिर भी पाप का प्रायश्चित उस लहू से नहीं होता है. മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ മുമ്പിൽ എങ്ങനെ കാര്യം നടക്കുമെന്ന് തലപുകഞ്ഞു നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശുവിന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. मनुष्य कैसे बच पाएगा, मनुष्य का उद्धार कैसे स्तोत्रम। होगा, फिर से परमेश्वर की उपस्थिति में कैसे आएगा, ये सवाल जब उसके मन में थी, तब परमेश्वर ने अपने प्रेम को प्रकट किया. यीशु के द्वारा मनुष्य का परिवर्तन और मन फिराव होता है. ഒരേ സമയത്ത് ദൈവത്തിന്റെ നീതിയും പ്രദർശിപ്പിക്കണം, ദൈവത്തിന്റെ സ്നേഹവും വെളിപ്പെടണം. एक ही समय में परमेश्वर का न्याय भी प्रकट होना है, परमेश्वर का प्रेम भी प्रकट होना है. എന്റെ പാപം വരുത്തിയ ഡിഫോമിറ്റീസ് ആൻഡ് എന്റെ ഡിസ്ഫിഗറേഷൻ, വൈരൂപ്യം ആരെങ്കിലും ഏറ്റെടുത്തെങ്കിലേ എനിക്ക് തേജസ് മടങ്ങിക്കിട്ടത്തുള്ളൂ. और मेरा जो स्वरूप जिसमें कमी आ गई है, अगर किसी ने ग्रहण किया, तभी मैं परमेश्वर की उपस्थिति में आने के योग्य रहूंगा. ആ പാപം വരുത്തിയ മനുഷ്യന്റെ വികൃത രൂപമാണ് കാൽവറിയുടെ ക്രൂശിൽ നാം നോക്കിക്കാണുന്നത്. और वही मनुष्य जिसका रूप जो है खराब हो चुका था, योग्य नहीं था, उसी रूप को हम देखते हैं कलवरी के क्रूस पर. വത്സല്യ ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ പറയുന്ന ഉപദേശത്തിന്റെ സുവിശേഷത്തിന്റെ പ്രാരംഭ സന്ദേശം, मेरे प्रिय लोगों, आज के दिन का मेरा पहला प्रचार का मुख्य भाग, प्रचार का विषय यह है, ഞാനും നിങ്ങളും ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു വാക്ക് പറയുമ്പോഴോ നോക്കുമ്പോഴോ ചിന്തിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ നടക്കുമ്പോഴോ അതിന്റെ രൂപം എന്താണെന്നുള്ള കാര്യം നാം ഭയത്തോടെ അറിയണം. और जब भी हम अपने मुंह से, अपने हालेलुया, कर्मों में, अपने सोच प्रेज द में, लॉर्ड, अपने कोई भी करतूत में, जब हम ऐसे कोई घिनौना काम करते हैं जो परमेश्वर के स्तर से नीचा है, तो उस घिनौने अवस्था या रूप को हमें ध्यान देना है. മക്കളെ, we all are much worried about sin and infectious diseases. രോഗത്തിന്റെ വിഷയത്തിലാണ് നമ്മുടെ ഏറ്റവും വലിയ ആകുല ചിന്ത. कई बार हमारे जीवन के जो भी बीमारियां हैं, उसके विषय में बहुत ज्यादा व्याकुल होते हैं. കോവിഡിന്റെ വകഭേദങ്ങളും അതിന്റെ മാറി മാറി വരുന്ന പ്രതിസന്ധികളും നിമിത്തം ലോകരാഷ്ട്രങ്ങൾ ഒരു കുടക്കീഴിൽ ഭയത്തിന്റെ മുൾമുനയിലായിരിക്കുന്നു. हम जानते हैं कोविड के कारण और उसके साथ में जो भी साइड इफेक्ट्स है, जो भी जिंदगी भर के लिए अभी अनुभव करते हैं, उसके विषय में बहुत सोच विचार करने वाले ऐसी एक समूह में अभी हम जी रहे हैं. ഒരു 18 വർഷം മുമ്പ് ഞാൻ പാർക്കുന്ന രാജ്യത്ത് വന്നപ്പോൾ ഇവിടെ ഏറ്റവും ഉയർന്നു കേട്ടുകൊണ്ടിരുന്ന ഒരു പദമായിരുന്നു ആരോഗ്യ പരിരക്ഷ, ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റവും ഉള്ള ഒരു രാജ്യമാണ്. और जब 18 साल पहले जब मैं इस देश में आया था, जहां पर मैं अभी रहता हूं, यहाँ पर सबसे ज्यादा जोर देकर बोलने वाली बात थी हेल्थ इंश्योरेंस, अपने स्वास्थ्य का इंश्योरेंस करना. ഏറ്റവും നല്ല ഡോക്ടർമാർ, ഏറ്റവും നല്ല ഹോസ്പിറ്റലുകൾ, ഏറ്റവും നല്ല മെഡിക്കൽ ഫെസിലിറ്റികൾ ഉള്ള ഒരു സ്ഥലങ്ങളായിരുന്നു. और ऐसा एक देश है जहां पर सबसे बेहतर डॉक्टर, बेहतर नर्सेस, बेहतर हॉस्पिटल्स यहाँ पर पाया जाता है. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ചിലരോട് ഒരുമിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു. परंतु कुछ दिन पहले जब मैं कुछ लोगों से बात कर रहा था, मैंने इस बात का जिक्र किया. ഈ ലോകത്തിലുള്ള സകല മെഡിക്കൽ സയൻസും മരുന്നുകളും എല്ലാവരും ശാസ്ത്രജ്ഞന്മാരും എല്ലാവരുടെ ചേർന്ന് ഇപ്പോ ഒരു കാര്യമാണ് പറയുന്നത്. और सारे संसार के जितने भी वैज्ञानिक लोग हैं, डॉक्टर लोग हैं, मेडिकल रिसर्चर्स है, ये सारी इस बात के एक बात पर पहुंचे हैं, फैसला किए हैं. ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളോ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്ററുകളോ ഏറ്റവും വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരോ അല്ല ഇവിടുത്തെ മുഖ്യ വിഷയം. और यहाँ पर सबसे बढ़िया हॉस्पिटल्स और सबसे अच्छे जो चिकित्सा करने वाले ये नहीं है यहाँ पर मुख्य बात. 10 രൂപയുടെ ഒരു മാസ്കും 5 രൂപയുടെ ഒരു സോപ്പുമാണ് നമുക്ക് വലിയ കാര്യം. और 10 रुपए का एक मास्क और 5 रुपए का जो साबुन है, ये सबसे ज्यादा जरूरी है. इन दिनों में इस बात पर नतीजे पे पहुंचे हैं. ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിരിക്കുന്ന വില കൂടിയ മെഷീനുകളെക്കാൾ എന്റെ മുഖത്ത് വെച്ചിരിക്കുന്ന 10 രൂപയുടെ മാസ്കിന്റെ അല്ലെങ്കിൽ വിലയാണ്, അല്ലെങ്കിൽ അതിന്റെ സുരക്ഷിതയാണ് ആൾക്കാർ പറയുന്നത്. और जितने बड़े बड़े हॉस्पिटल्स है, जितने वहां पर जो भी इक्विपमेंट्स है, इन सबसे बढ़कर मेरे चेहरे पे जो मैं 10 रुपए का मास्क लगाता हूं, वो सबसे ज्यादा जरूरी है. മ്യൂട്ടായി പോയത്.
ദൈവമക്കളെ, നാം ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്നത് രോഗത്തെ കുറിച്ചാണ്. हम सबसे ज्यादा चिंता करने वाले हैं इस संसार की बीमारी के विषय में। എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് sin is serious than sickness. परंतु मैं आपको कहना चाहूंगा कि पाप हमारे बीमारी से भी ज्यादा गंभीर बात है। പാപം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ രോഗത്തെക്കാൾ രൂക്ഷമാണെന്നുള്ള തെളിവ് വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടാകണം. और हमें इस बात का बोध हमारे अंदर ही अंदर होना है कि बीमारी से बढ़कर गंभीर बात पाप है। എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. अभी मुझे अच्छा स्वास्थ्य है। എന്റെ അടുത്ത് പാസ്റ്റർ ബ്ലസൻ വന്നിരിക്കുന്നു. मेरे पास में आकर पास्टर ब्लेसन बैठते हैं। ഒരു മാസം എന്റെ അടുത്തിരുന്നാലും എന്റെ ഒരു ആരോഗ്യത്തിന്റെ ഒരു അംശം ബ്ലസന് പകരത്തില്ല. और अगर वो एक महीने भी मेरे साथ में आकर बैठते हैं, मेरा आरोग्य का एक भाग वो कभी भी अपने जीवन में अनुभव नहीं कर पाएंगे। എന്നാൽ എനിക്കിപ്പോ കോവിഡ് ആണെങ്കിൽ, परंतु अगर मुझे कोविड की बीमारी है, എനിക്ക് ജലദോഷമാണെങ്കിൽ, अगर मुझे जुकाम है, എന്റെ അടുത്ത് വന്നിരിക്കുന്ന ആൾക്ക് ഉടനെ അത് പകരുന്നുണ്ടല്ലോ. और मेरे पास में बैठने वाले व्यक्ति को जल्द से जल्द वो फैलता है, उसके शरीर में भी वो परेशान। പാപം പകർച്ചവ്യാധിയേക്കാൾ രൂക്ഷമാണ്, മറ്റുള്ളവരിലേക്ക് ക്യാൻസർ പോലെ ബാധിക്കുന്നതാണ്. और पाप भी कुछ इस प्रकार से है, कैंसर की बीमारी के समान आपके शरीर से, आपके जीवन से दूसरों में वो फैलती है। ആ പാപത്തിന്റെ വികൃത രൂപം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? और उस पाप के घिनौने स्वरूप को अगर आप लेंगे तो वो कैसा रहेगा? ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങുന്ന ആദമിനെ കണ്ടാൽ ഫോട്ടോ എങ്ങനെ ഇരിക്കും? आदम की वाटिका से निकलने वाले आदम के रूप को देखो, कैसा रूप होगा वो? ഞാൻ പറഞ്ഞു വരുന്ന ചെറിയൊരു സന്ദേശമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് പറയാനാണ് എനിക്ക് നിയോഗമുള്ളത്. और मैं बोलने वाला ये छोटा सा संदेश है, आप पसंद करें या ना करें, प्रभु की आत्मा मुझे आज अगुवाई कर रही है। ഞാൻ എന്റെ പുറമെയുള്ള പിക്ചറാണ് നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. आप मेरे बाहरी रूप को आज आपके स्क्रीन में देख रहे हैं। നിങ്ങൾ എന്നെ കണ്ടാ പറയുമോ എനിക്ക് ഡയബറ്റിക് ഉണ്ടെന്ന് പറയൂ? आप मुझे देखकर क्या बोल सकते हैं कि मुझे डायबिटीज है, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറയുമോ? कोलेस्ट्रॉल है, क्या बोल पाएंगे? എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്, കാലിന് വേദനയുണ്ടെന്ന് എന്നെ കണ്ടാ നിങ്ങൾ പറയുമോ? मेरे कंधों में दर्द है, पैरों में दर्द है, क्या मुझे देखकर आप बोल सकते हैं अभी? ദൈവമക്കളെ, നമ്മൾ പുറമേ നോക്കി ആൾക്കാരെ പറയുന്നത് ഹീസ് ഓൾ റൈറ്റ്, ഷീസ് ഓൾ റൈറ്റ്, നന്നായിരിക്കുന്നോ? हम बाहरी रूप से लोगों को देखकर कहते हैं कि ये बहुत अच्छे हैं, ये बहुत ही तंदुरुस्त है, इस प्रकार से हम न्याय करते हैं। നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, परंतु एक अस्पताल में जाकर डॉक्टर से जब मिलते हैं, നിങ്ങൾ ഏതെങ്കിലും പാർക്കിൽ നിന്നോ ഏതെങ്കിലും അല്ലെങ്കിൽ ബീച്ചിൽ നിന്നോ എടുത്ത പിക്ചർ അല്ല ഡോക്ടർക്ക് കാണേണ്ടത്. आप जहां पर कोई पार्क में खड़े थे या कोई बीच के सामने आप खड़े थे, बीच में खड़े थे, वो कोई फोटो को आप डॉक्टर को नहीं दिखाएंगे। അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഭിത്തിയെ വെക്കാം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. वो आप अपने घर की दीवारों में लटका सकते हैं, फेसबुक में पोस्ट कर सकते हैं। ഡോക്ടർക്ക് കാണേണ്ടത് നിങ്ങളുടെ എക്സ്റേ റിപ്പോർട്ട് അകം എങ്ങനെ ഇരിക്കുന്നെന്നാ. डॉक्टर क्या देखना चाहता है? आपका एक्सरे रिपोर्ट देखना चाहता है, आपके अंतर्गत में, आपके अंदर ही अंदर कैसा है वो देखना चाहता है। അതാരും ഫ്രെയിം ചെയ്ത് വീടിന്റെ വാതിൽക്കൽ വെക്കുകയോ ഇന്ന് വരെയും എക്സ്റേ റിപ്പോർട്ട് ആരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. और कोई भी एक्सरे रिपोर्ट को जो है फेसबुक में पोस्ट नहीं करते हैं, ना घर के बाहर लटका के रखते हैं। എന്നാൽ മാനവജാതിയുടെ പുറം വെച്ച് കെട്ടിയ സൗന്ദര്യമുള്ള, ചിരിക്കുന്ന, പാട്ട് പാടുന്ന, പ്രസംഗിക്കുന്ന, ന്യായപ്രമാണം കലക്കി കുടിച്ച മാനവജാതിയുടെ പാപത്തിന്റെ വൈകൃത രൂപം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. परंतु मैं आपको बताना चाहूंगा कि मानव जाति का पाप का वो घिनौना जो रूप है, जो बहुत ही बुरी अवस्था है, उसके सामने मैं आपको उसके प्रकट करना चाहूंगा। വരൂ, നമുക്ക് ഒരുമിച്ച് പോകാം. 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഗോൽഗോത്ത കുന്നിന്റെ മുകളിൽ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ നമുക്ക് വേണ്ടി സഹിക്കുന്ന പീഡയൊന്ന് നോക്കിയാട്ട്. और 2000 साल पहले गुलगुता की उस पहाड़ की ओर हम अपने ध्यान को लगाएंगे। यीशु मसीह ने जो हमारे लिए पीड़ा और कष्ट को सहा, उसकी ओर अपनी ध्यान को हम लगाएंगे। ദൈവത്തിന്റെ ഓമന കുമാരൻ, സൗന്ദര്യ സമ്പൂർണനായിരുന്നവൻ, ദൂതന്മാരുടെ ആരാധന കേന്ദ്രമായിരുന്ന യേശു, और परमेश्वर का इकलौता पुत्र, सबसे प्रिय पुत्र और स्वर्गदूतों का आराधना का मुख्य होने वाला यीशु मसीह, 1000 സൂര്യന്മാരെ വെല്ലുന്ന തേജസ് ഉണ്ടായിരുന്ന യേശു ക്രിസ്തു, और हजारों सूर्यों से भी ज्यादा प्रकाश में होने वाला यीशु मसीह,
സ്വർഗ നഗരങ്ങളുടെ വിളക്കെന്നാണ് യേശുവിനെ പറയുന്നത്. और स्वर्ग के जितने भी नगर है उन सब के ज्योति के समान, दिया के समान है यीशु मसीह. അതിന്റെ ഒരു അംശം അടിച്ചപ്പോഴാണ് പൗലോസ് മയങ്ങി നിലത്ത് വീണത്. और उसका एक हल्का सा झलक होने से पौलुस उस घोड़े में से नीचे की ओर गिर गया. ആ തേജസ്സിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് ഏലിയാവ് മുഖം മൂടിയത്. और उस महिमा या उस तेजस के सामने खड़े नहीं हो पाए, इसलिए एलिशा ने अपने मुंह को छुपा लिया. അതിന്റെ ഭയങ്കരത്വ നിമിത്തമാണ് മോശയെ പാറയുടെ പിളർപ്പിൽ ദൈവം ഒളിപ്പിച്ചത്. और उसका महिमा इतना ही भयानक है, इसलिए उस चट्टान के पीछे मूसा को परमेश्वर ने छिपा दिया. ആ സൗന്ദര്യ സമ്പൂർണനായ യേശുക്രിസ്തു 33 തിരുവയസ്സിൽ എന്റെയും നിങ്ങളുടെയും പാപം തന്റെ ചുമലിൽ ഏറ്റിക്കഴിഞ്ഞപ്പോൾ और 33.5 साल में वो जो सौंदर्य से परिपूर्ण होने वाला यीशु मसीह ने जब मानव जाति के पाप को अपने ऊपर ले लिया. ആ യേശുവിന്റെ രൂപം ഒന്ന് നോക്കിയാട്ട്. उस यीशु मसीह के रूप की ओर आप थोड़ा ध्यान दें. യേശുവിന്റെ മരണത്തിന് 750 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. और यीशु मसीह के मृत्यु के 750 साल पहले भविष्यवक्ता यशायाह ने इस प्रकार से कहा. യെശയ്യാവ് 52ന്റെ 14 വാക്യം. और यशायाह उसका 52 अध्याय उसका 14वां आयत. 53ന്റെ 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. और 53 अध्याय उसके दूसरा अध्याय से आगे हम पढ़ते हैं. പാപം ചെയ്ത മാനവജാതിയുടെ വികൃത രൂപം എന്താണെന്ന് ഞാൻ ക്രൂശിൽ കാണുകയാണ്. और पाप करने वाले मनुष्य का घिनौना जो स्वरूप है क्रूस में हम देखते हैं. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് അവൻ വിരൂപനായിരുന്നു. और न उसका रूप ही हमें Praise ऐसा the Lord. दिखाई पड़ा Hallelujah. कि हम उसको चाहते थे, और न उसकी सुंदरता थी कि हम उसको देखते थे. ആരെങ്കിലും ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ഒന്ന് നോക്കിയാൽ അവന്റെ രൂപം കണ്ടാൽ ഇതാണോ മനുഷ്യരൂപം എന്ന് തോന്നും. और जो यीशु मसीह को क्रूस पे लटकते हुए देखेंगे वो शायद यह बात को सोचेंगे कि क्या मनुष्य ऐसा भी दिखता है. അവനെ കണ്ടാൽ ഒരു ആകൃതി ഇല്ലാത്ത വികൃത രൂപമായി മാറി. और यीशु मसीह को देखकर उसके अंदर कोई सुंदरता नहीं थी, उसकी रूप जो है बहुत ही घिनौना रूप था. കാണുന്നവർ തല കുലുക്കത്തക്കണോ അവന്റെ വികൃത രൂപം കണ്ടിട്ട് മനുഷ്യർ സ്തംഭിച്ച് നിന്നുപോയെന്നാ വായിക്കുന്നത്. और मनुष्य उसके रूप यीशु के रूप को देखकर वहां पर विस्मित हो गए थे, भौचक्के हुए कि क्या मनुष्य इतना भी घिनौना दिख सकता है. വീണ്ടും പ്രവാചകൻ തുടരുന്നു 53ന്റെ 2-3 വാക്യങ്ങള്. और 53 अध्याय यशायाह उसके 2 और 3 आयत में हम देखते हैं. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യമില്ല. उसकी न तो कुछ सुंदरता थी कि हम उसको देखते, और न उसका रूप ही हमें ऐसा दिखाई पड़ा कि हम उसको चाहते. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. वो तुच्छ जाना जाता और मनुष्य का जाना हालेलुया. हुआ था, और दुखी पुरुष था, रोग से उसकी जान पहचान थी. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ വിരൂപനായി തീർന്നു. और लोग उससे मुख फेर लेते थे, वो तुच्छ जाना गया और हमने उसका मूल्य न जाना. ദൈവമക്കളെ, ഇതാ പാപത്തിന്റെ വികൃത രൂപം. मेरे प्रिय लोगों, यही है पाप का वो घिनौना रूप. ഇന്ന് നാം ആത്മാവിൽ സൗന്ദര്യമുള്ളതായി മാറിയതിന്റെ കാരണം, अगर आज हम आत्मा में सौंदर्य को रखते हैं, इसका कारण क्या है? യേശു എന്റെ പാപം തന്റെ ശലലിയ ചുമലിലേറ്റു. यीशु मसीह ने मेरे पापों को अपने ऊपर ले लिया. അത് നമ്മുടെ ഈ അവസാന ശ്വാസം വരെയും നാം മണ്ണിൽ ഏറ്റേറ്റ് പറയുന്നതാ അവനെ കൈക്കൊള്ളുന്നത്. और इस बात को बार बार हमारे अंतिम श्वास तक दोहराना, बोलना, यह इसका मतलब यह है कि हमने यीशु को ग्रहण किया है. ഞാൻ കൈകൊണ്ട് ചെയ്ത പാപത്തിന് യേശുവിന്റെ കയ്യിലാണ് അടിക്കപ്പെട്ടു. ഹല്ലേലൂയ. मैंने अपने हाथों से Praise जो the पाप Lord. किया है, उस हाथों में यीशु मसीह को कील ठोक दिया गया था. ഞാൻ കാലുകൊണ്ട് നടന്നുപോയ ജീവിതത്തിന്റെ പാപ വഴികൾ നിമിത്തം യേശുവിന്റെ കാലുകളിൽ കൂർത്തുമൂർത്ത ആണികൾ യഹൂദരാൽ അടിക്കപ്പെട്ടു. और जिस रास्तों में गलत Praise the रास्तों में Lord. मैं चलता था, उसके कारण यीशु मसीह के पैरों पर बड़े बड़े कील को ठोक दी गई थी, लहू बह गया, बहने ഞാൻ लगा. പാപം ഹൃദയത്തിൽ സൂക്ഷിച്ചതിന് യേശുവിന്റെ ചങ്ക് കൂർത്തുമൂർത്ത കുന്തത്താൽ കുത്തിത്തുളയ്ക്കപ്പെട്ടു.
और क्योंकि मैंने पाप को अपने हृदय Praise में the रख Lord. छोड़ा था, इसलिए Thank you, परमेश्वर Jesus. के हृदयों को या उसके भाग को छेड़ा गया था। ഞാൻ തല കൊണ്ട് പാപം ചിന്തിച്ചതിന് യേശുവിന്റെ തലയിൽ കൂർത്തുമൂർത്ത മുള്ളുകളാൽ മെടഞ്ഞ കിരീടം വെച്ച് കോലുകൊണ്ടടിച്ച് തലയോടി പിളർന്ന് രക്തം ധാരധാരയായി ഒഴുകി. क्योंकि मैं अपने मन ही मन में पाप Praise को the रखता Lord. था, इसलिए यीशु मसीह के सिर पर कांटों का ताज को पहना दिया गया था और उसके सिर से लहू टपकती थी। ഞാൻ പാപം കണ്ണുകൊണ്ട് നോക്കി രസിച്ചതിന് യേശുവിന്റെ കണ്ണ് കെട്ടി തല്ലി. और क्योंकि मैं पाप को अपनी आंखों से देखकर उसका मजा उठाता था, इसलिए यीशु आ- मसीह की आंखों में पट्टी बांधकर उसको थप्पड़ मारा गया। പാപവാക്കുകൾ കേട്ട് പാപത്തിന്റെ രസങ്ങൾക്ക് ഇമ്പങ്ങൾക്ക് ചെവി കൊടുത്തതിന് യേശുവിന്റെ കന്നത്ത് അവർ അടിച്ചു. और क्योंकि मैं हालेलुया. अपने कान से गलत बातों को सुनता था, उसका मजा उठाता था, यीशु मसीह के कान पर उन्होंने थप्पड़ मारा। പാപത്തെ മുഖാമുഖം നോക്കി പാപത്തിന്റെ മുമ്പിൽ പ്രസാദിച്ചതിന് അവിടുത്തെ മുഖത്തെ രോമം പിച്ചിപ്പറിച്ച് അവിടുത്തെ മുഖത്ത് അവർ തുപ്പി. और क्योंकि मैं अपने चेहरे से पाप हालेलुया. की ओर देखता था और उसकी बातों में, उसकी अभिलाषाओं को मैं मजा उठाता था, उन्होंने यीशु मसीह के चेहरे को नोचकर उसके ऊपर थूका। പാപവാക്കുകൾ സംസാരിച്ച് പാപത്തെ രസിച്ചതിന് അവിടുത്തേക്ക് കയ്പ് കാടി കുടിക്കാൻ കൊടുത്തു. और ഹല്ലേലൂയ. क्योंकि मैंने पाप का मजा उठाया और पाप में मैं मिला हुआ था, इसलिए उन्होंने उस खट्टा दाखरस को उसको पिलाया। പാപത്തെ ഉടയാടയായി അണിഞ്ഞ് ആഡംബരത്തിൽ ജീവിച്ചതിന് അവിടുത്തെ വസ്ത്രം അഴിച്ചു മാറ്റി അവനെ നഗ്നനാക്കി മാറ്റി അപമാനിച്ചു. क्योंकि मैं पाप में चलता था और संसारिक बातों में उलझा हुआ हालेलुया. था, इसलिए यीशु मसीह के कपड़ों को फाड़कर उसको नंगा वहां पर कर दिया। ഞാനും നിങ്ങളും ചെയ്ത സകല പാപത്തിനും പരിഹാരമായി യേശു നമ്മുടെ അതിക്രമങ്ങളെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. हमने जो भी करतूत किए हैं, गलत घिनौने काम किए हैं, उन सारे पाप के बोझ को अपने ऊपर उठाकर यीशु मसीह कलवरी के क्रूस पर चढ़ गए। ആ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കൈകൊണ്ട് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് യേശുവിനെ കൈക്കൊള്ളുക. और यीशु मसीह को ग्रहण करने का मतलब यह है कि इस बात को विश्वास करना और उस यीशु के मृत्यु को, इस यीशु मसीह के प्रेम को स्वागत करना, ग्रहण करना है। ദൈവമക്കളെ, എനിക്കറിയാം ഞാൻ സംസാരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു എന്ന് അഭിമാനിക്കുന്ന എന്നോടും നിങ്ങളോടുമാണ്. मैं जानता हूं कि मैं उन लोगों से बात कर रहा हूं जो गर्व रखते हैं कि हम उद्धार पाए हैं। എന്നാൽ യേശുവിന്റെ മരണം എന്റെ മരണമായിരുന്നു എന്നറിയാത്ത ഒരു ആത്മീയ സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. परंतु Praise the ऐसे Lord. आत्मिक समूह में जीते हैं जो इस बात को नहीं समझते कि हमारी मृत्यु यीशु मसीह की मृत्यु, यीशु मसीह ने मृत्यु सह लिया। വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്ക് അറിയത്തില്ല രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞതിന്റെ പ്രാഥമിക തത്വം എന്താണെന്ന്. इस आने वाली पीढ़ी हालेलुया. जो है इस बात को समझते नहीं है कि रक्षा या उद्धार पाने का सिद्धांत, उसका मतलब क्या है। പാപം സംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കുന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. और उद्धार पाने का मतलब यह है कि पाप के प्रति आपको मरना है और धार्मिकता के लिए जीना है। നമ്മിൽ പാപം മരിക്കണം, ക്രിസ്തു ജീവിക്കണം. हमारे अंदर पाप को मरना है, मसीह यीशु मसीह पैदा होना है। ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുവത്തക്കവണ്ണം ക്രിസ്തുവിന് ഇരിക്കുന്ന ഇരിപ്പിടം സിംഹാസനമായി നമ്മുടെ അകം വെളിപ്പെടുന്നതാണ് ക്രിസ്തുവിനെ കൈക്കൊള്ളുക. यीशु मसीह को ग्रहण करने का मतलब यह है कि हमारे अंतर्गत में ऐसा एक स्थान होना है जहां पर यीशु मसीह वास करता है, वहां पर पाप के लिए कोई जगह नहीं होना है। അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടവരാണെങ്കിൽ, अगर ऐसा आपने यीशु मसीह को ग्रहण किया हो, അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, अगर आपने साधारण शब्दों में कहे तो उद्धार पाया हो, വീണ്ടെടുപ്പ് അനുഭവിച്ചവർ ആസ്വദിച്ചവരാണെങ്കിൽ, अगर आपने उद्धार के आनंद को उठाया है, അതിന്റെ രണ്ടാമത്തെ പടിയാണ് അടുത്ത ചിന്ത. അത് വേഗം പറഞ്ഞ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. उसका अगला जो कदम है उसके दूसरे भाग में वहां पर उल्लेख किया गया है। അതിന്റെ രണ്ടാമത്തെ പടിയാണ് വോക്ക് ഇൻ ഫെലോഷിപ്പ് വിത്ത് ഹിം, ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കുക. और वहां पर दूसरी बात लिखा गया है कि वैसे ही उसी में चलते रहो, उसके साथ संगति रखो। ഇതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. यही है मसीही जीवन का अर्थ।
ദൈവമക്കളെ, ക്രിസ്ത്യ ജീവിതം കേവലം കൈകൊട്ടും പാട്ടും സ്തോത്രം ഹല്ലേലൂയ മാത്രമല്ല. मेरे प्रियो, मसीह जीवन केवल ताली बजाना, गीत गाना और हालेलुया बोलना नहीं है, അതൊക്കെ അതിന്റെ ഒരു വശമാണ്. അതിനൊരു മറുവശമുണ്ട്. और केवल वो मसीह जीवन का एक भाग है, उसका दूसरा भाग भी है. നമ്മെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്, വോക്ക് ഇൻ ഫെലോഷിപ്പ് വിത്ത് ഹിം, ക്രിസ്തുവിനോട് കൂടെ ഐക്യതയിൽ കൂട്ടായ്മയിൽ നടക്കുവാനാണ്. हमें इसलिए बुलाया गया है ताकि हम यीशु मसीह के साथ चले, यीशु मसीह के साथ संगति को निरंतर रखें. ക്രിസ്ത്യ ജീവിതം ക്രിസ്തുവിനെ പോലെയുള്ള ജീവിതമാണ്. और मसीह जीवन मसीह के समान होने वाला जीवन है. ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ പോലെ ജീവിച്ച് ഒടുവിൽ ക്രിസ്തുവിനോട് ഒത്തു ജീവിക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ നിർവചനം. और इस मसीह जीवन का मतलब है यहाँ पर यीशु के समान जीना है और आखिर में यीशु के साथ में उस अनंत जीवन में जीना है. यह है इसका मतलब. എന്താ യേശുവിന്റെ കൂട്ടായ്മയിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ? इसका मतलब क्या है कि यीशु के साथ संगति करना या उसके साथ चलना. 1 കൊരിന്ത്യർ 1:9 നാം ഇങ്ങനെ വായിക്കുന്നു. पहला कुरिन्थियों उसका पहला अध्याय और उसके 9वें पद में लिखा गया है, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. और परमेश्वर जो हमें यीशु मसीह के साथ में संगति में बुला रहा है वो विश्वास योग्य है. എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? हमें क्यों बुलाया गया है? ഈ മണ്ണിൽ എന്തെങ്കിലും വാരിക്കുട്ടി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ അല്ല ദൈവമക്കളെ നമ്മെ വിളിച്ചത്. इस संसार में यहाँ पर कुछ इकट्ठा कर हमारे स्वप्नों को पूरी करने के लिए यीशु ने नहीं बुलाया है हमें. 1 പത്രോസ് 2:9-10 വാക്യം ഇങ്ങനെ വായിക്കുന്നത്. पहला पत्र दूसरा अध्याय 9 और 10 में इस प्रकार से लिखा गया है, നിങ്ങൾക്കറിയാമോ നിങ്ങൾ പണ്ട് ആരായിരുന്നെന്ന്? हम पहले कौन थे क्या हम जानते हैं? നിങ്ങൾ അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു, പാപത്തിലായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ നിങ്ങളെ രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നത്. आप अंधकार में चलने वाले लोग थे, आप परमेश्वर को नहीं जानते थे, वहां से मैंने आपको इस ज्योति में लाया है. ഇപ്പൊ നിങ്ങൾ അത്ഭുത പ്രകാശത്തിലാണ്. अभी आप एक अद्भुत ज्योति में हो. നിങ്ങൾ ഈ അത്ഭുത പ്രകാശത്തിലാണെങ്കിൽ अगर आप इस अद्भुत ज्योति में रहते हैं, നിങ്ങൾ അവിടുത്തെ സൽഗുണങ്ങളെ ഘോഷിക്കണം. ക്രിസ്തുവിനെ കുറിച്ചും അവിടുത്തെ വർണ്ണനകൾ പറയുവാൻ മാത്രമാ നമ്മെ വിളിച്ചിരിക്കുന്നത്. तो हमें इसलिए बुलाया गया है ताकि हम यीशु मसीह के गुणों को सारे लोगों के सामने प्रकट करें. നാം യേശുവിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്താണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് എന്നത്. और यीशु मसीह के हालेलुया. साथ संगति रखते हैं, यीशु के साथ चलते हैं, इस बात का यह साबित होता है कि हम अपने मुंह से किसके बारे में ज्यादा कहते हैं. ഞാൻ എപ്പോഴും എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചും എന്റെ ജോലിയെ കുറിച്ചും വീടിനെ കുറിച്ചും വാഹനത്തെ കുറിച്ചും സംസാരിക്കുന്നുവെങ്കിൽ ഐ എം നോട്ട് വാക്കിംഗ് ഇൻ ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. अगर मैं केवल अपने परिवार के बारे में, अपनी नौकरी के बारे में, अपने घर और अपनी गाड़ी के बारे में ज्यादा चर्चा करता हूँ तो फिर मैं यीशु के साथ चलने वालों में से नहीं हूँ. ഒന്നെങ്കിൽ എപ്പോഴും വാ തുറന്നാൽ പരാതിയും പരിഭവങ്ങളും. हम लोग कई बार जुबान जब खोलते हैं तो कई बार शिकायत करते हैं, निंदा करते हैं. ആഹാരം വെച്ച് തരുന്ന ഭാര്യയെ ഇഷ്ടമല്ല, കൂടെ താമസിക്കുന്ന ഭർത്താവിനെ ഇഷ്ടമല്ല, കൂടെയുള്ള പാസ്റ്റർമാരെ ഇഷ്ടമല്ല. എന്ത് ചെയ്താലും കുറ്റവും കുറവുകളും മാത്രം. हमारे जो सेवा करने वाले हमारी पत्नियों को खाना पसंद नहीं है, पति जो हमारे साथ रहते हैं पसंद नहीं है, पासवान जो हमारी सेवा करते हैं उनको हम पसंद नहीं करते हैं. जब मुंह खोलते हैं तो हमेशा किसी ना किसी की शिकायत और निंदा करते हैं. ഇസ്രായേൽ മക്കളെ പോലാണ് 40 വർഷം മന്ന വായിലിരിക്കുമ്പോഴും കഴിക്കുന്ന ഈ ആഹാരത്തെ കുറിച്ച് പരാതി. और इसराइलियों के समान 40 साल मन्ना खाने के बावजूद, मुंह में रहने के बावजूद भी शिकायत करने वाले एक समूह. ഞാൻ ഇതോടെ ചേർന്നൊരു സത്യം പറയട്ടെ. मैं इसी के साथ साथ एक सत्य को कहना चाहूंगा. വഴക്കുണ്ടാക്കുന്ന ഭർത്താവാണെങ്കിലും കൂടെ താമസിക്കാൻ ഒരു ഭർത്താവ് ഉണ്ടല്ലോ എന്നോർത്ത് സ്തോത്രം പറഞ്ഞാണ്. अगर आपके साथ लड़ाई झगड़ा करने वाला एक पति हो, फिर भी प्रभु को धन्यवाद हो, आपके साथ कोई है तो सही. എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഭാര്യയാണെങ്കിലും അല്ലയ്യ, ഒരു ഭാര്യയെ ദൈവം എനിക്ക് തന്നല്ലോ എന്നോർത്ത് സ്തോത്രം പറയണം. हमेशा परेशान करने वाली पत्नी भी हो, फिर भी इस बात को याद करके धन्यवाद दो कि प्रभु ने आपको एक पत्नी दिया है. എന്റെ കുഞ്ഞുങ്ങളെല്ലാം എന്താ ഇങ്ങനെ ആയിപ്പോയി? മക്കളില്ലാത്ത അനേകരുടെ ദുഃഖത്തിലിരിക്കുമ്പോഴാ ദൈവം ഇങ്ങനെ ഒരു തലമുറയെങ്കിലും നിങ്ങൾക്ക് തന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയണം. मेरे बच्चे ऐसे क्यों हो गए हैं? बच्चे जिनको नहीं है उन बातों को सोचकर प्रभु ने मुझे बच्चे दिए हैं, इसलिए प्रभु को धन्यवाद दो. കർത്താവിന്റെ കൂട്ടായ്മയിൽ നടക്ക എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അവന് വേണ്ടി പാടി
അവനെ ആരാധിച്ച് അവിടുത്തേക്ക് മഹത്വം കൊടുക്കുന്ന ജീവിതമാണ് walk in fellowship with Christ. यीशु मसीह के साथ चलने का मतलब यह है कि यीशु मसीह के बारे में चर्चा होना है, यीशु के गुणों को प्रकट करना है, यीशु मसीह के बारे में तारीफ और प्रशंसा निरंतर हमारे मुंह से निकलना जरूरी है. രണ്ട് യേശുവിന്റെ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞ റോമർ 6:3 और दूसरी बात यीशु मसीह के साथ संगति रखने का मतलब रोमियो 6:3 में लिखा गया है. യേശുവിന്റെ മരണത്തിൽ നിങ്ങൾ പങ്കാളികളാകുക കൂട്ടായ്മയിൽ നടക്കുന്നതിന്റെ തെളിവാണ് യേശുവിനെ അനുസരിക്കുന്നവർ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. और यीशु मसीह के साथ चलने वालों का मतलब यह है कि यीशु मसीह परमेश्वर पुत्र और पवित्र आत्मा के नाम से आपको बपतिस्मा लेना है. ഇത് കർത്താവിനോട് കൂടെ അടക്കപ്പെട്ടു ഞാനും മരിച്ചെന്ന് ലോകത്തോട് പറയുകയാണ്. हमें यीशु मसीह के मृत्यु का भी बपतिस्मा लेना है, संसार को बोलना है कि हम भी यीशु के साथ मर चुके हैं. പാപം സംബന്ധമായി നാം മരിച്ചവരാണെന്ന് ലോകം അറിയണം ദൈവമക്കളെ. मेरे प्रियो, पाप के संबंध में आप मर चुके हैं, ये बात को संसार जानना है. നിങ്ങൾ മരിച്ചോന്ന് എങ്ങനെ അറിയുന്നത്? हम मर चुके हैं पाप के प्रति कैसे पता करेंगे? ഒരാൾ മരിച്ചോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എത്ര ഉയർത്തി പറഞ്ഞാലും ആൾ ചിരിക്കത്തില്ല. और एक व्यक्ति जब उस कफन में डाल दिया जाता है, उसके बारे में कितना भी तारीफ करे वो कभी भी हंसेगा नहीं. എത്ര ദോഷമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാലും മുഖം വാടിയും കാണിക്കത്തില്ല. और जितना भी उसकी निंदा आलोचना करे वो वहां पर वो परेशान ना होगा, वो उदास नहीं होगा. അതാ നമ്മൾ ക്രൂശിൽ കാണുന്നത്. और क्रूस में हम यही देखते हैं. പടയാളികൾക്കൊരു സംശയം യേശു മരിച്ചോ ഇല്ലയോ എന്ന്. और सारे सैनिकों को एक संदेह हुआ क्या यीशु मसीह सचमुच मर गया? മരിച്ചില്ലെങ്കിൽ കാലൊടിക്കാൻ വേണ്ടി അവർ വന്നത്. और अगर मरा नहीं है तो उसके पैर को तोड़ने के लिए वो आए थे. ഇടത്തും വലത്തും കിടന്നവരുടെ കാൽ ഒടിച്ചു അവർ മരിച്ചു. और उसके बाएं और दाहिने ओर जो थे उनके पैरों को तोड़ दिया क्योंकि वो मर गए थे. എന്നിട്ടും യേശു മരിച്ചോ ഇല്ലയോ എന്ന് അവർ ഉറപ്പാക്കിയത് ഒരു കുന്തമെടുത്ത് ചങ്കിൽ കുത്തിയാണ്. और यीशु मसीह सचमुच मर गया है या नहीं, इस बात को उन्होंने निश्चय ऐसे किया जब उन्होंने एक भाले को यीशु मसीह के एक भाग में छेद दिया. ദൈവമക്കളെ, നിങ്ങൾ പാപം സംബന്ധമായി മരിച്ചോ ഇല്ലയോ എന്ന് ലോകം പരിശോധിക്കുന്നത് കുത്തുവാക്കുകൾ പറഞ്ഞും അപമാനിച്ചും ആക്ഷേപിച്ചും ഒക്കെയാ. और जब आपकी आलोचना होती है, निंदा होती है और आपके विषय में लोग गलत बोलते हैं, तब पता चलता है कि आप पाप के प्रति मर गए हैं या नहीं. അപ്പൊ നാം യേശുവിന്റെ മരണത്തിന്റെ കൂട്ടായ്മയിലായി കഴിഞ്ഞു. तब हम यीशु मसीह के मृत्यु के बपतिस्मा या संगति रखते हैं. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാത്ത ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിലേക്ക് വരുന്നത് നമ്മുടെ ജഡം ക്രൂശിക്കുമ്പോഴാണ്. जब गाली सुनकर भी वो गाली नहीं देता था, चेतावनी देकर भी डरा कर भी वो फिर से डराता नहीं था. वो स्वभाव जब हम अपने जीवन में अनुभव करते हैं या उसको हम ऐसे प्रकटीकरण करते हैं, तब हम यीशु मसीह के साथ संगति रखते हैं. യേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നാം അനുഭവിക്കണമെന്ന ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. फिलिपियों में पौलुस कहता है कि यीशु मसीह के कष्टों के साथ भी हमें मिलजुल कर आगे बढ़ना है. തന്നെ ഉപദ്രവിക്കുന്നവരെ നോക്കി, അടിക്കുന്നവരെ, ആക്ഷേപിക്കുന്നവരെ, തുപ്പുന്നവരെ നോക്കി പറയണം, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയാത്തവരാണ്. അതാണ് ക്ഷമയെന്ന് പറയുന്നത്. और जो हमें मारते हैं, हमारे ऊपर थूकते हैं, हमें थप्पड़ मारते हैं, उनको देखकर बोलना है, प्रभु को देखकर बोलना, प्रभु ये नहीं जानते हैं कि ये क्या कर रहे हैं. ये है हमारे आत्मिक जीवन में क्या धीरज रखना है सीखते हैं. നാം ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നതിന്റെ തെളിവാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും മറക്കുവാനും സഹിഷ്ണുത കാണിക്കുവാനുമുള്ള മനോഭാവം. हम यीशु मसीह के साथ चलते हैं, इसका यही निशान है जब हम दूसरों को क्षमा करने के लिए, उनके साथ सहने के लिए, उनकी बातों को भूलने के लिए, ये सब जो प्रकटीकरण है ये यीशु के साथ चलने वाली प्रकटीकरण है. ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ ഓർത്ത് കാണും പാസ്റ്റർ ഷിബു തോമസ് നിങ്ങളുടെ രോഗം മാറുന്ന കാര്യവും നിങ്ങളുടെ സാമ്പത്തിക വർധനവിനെ കുറിച്ചും ഒക്കെ പ്രസംഗിച്ച് 1 മണിക്കൂർ സംസാരിക്കുമെന്ന്. शायद आपने सोचा होगा कि प्रभु के दास शिबू थॉमस हमारे आर्थिक विषयों में और हमारे शारीरिक बातों के विषय में चंगाई कैसे पाना है, शायद इन बातों पर वो आज प्रचार करेंगे. ദൈവമക്കളെ, ഞാൻ അതിനെതിരല്ല. ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു, ഞാൻ നന്മയിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഹല്ലേലൂയ, പാപം ചെയ്ത് നിത്യ നരകത്തിൽ പോകരുത്
എന്നൊരു നിയോഗം എന്റെ മേൽ ഉള്ളത് കൊണ്ടാണ് ഈ വചനം നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നത്. मैं विश्वास करता हूँ कि शारीरिक चंगाई है, हालेलुया। आर्थिक आशीष है, मैं विश्वास करता हूँ, परंतु पाप में जीकर हम नित्य उस अनंत नरक में नहीं जाना है। ये मैं प्रभु की आत्मा ने मुझे इस प्रकार का एक संदेश दिया है। കയ്യിൽ ആണി അടിക്കുമ്പോൾ എങ്ങനെ മൗനമായിരിക്കാം, തലയിൽ മുൾക്കിരീടം വെക്കുമ്പോൾ എങ്ങനെ മൗനമായിരിക്കാം എന്ന ക്രൂശ് തരുന്ന പാഠം തിരിച്ചറിയുന്നവരാണ് those who are walking with Christ. और यीशु मसीह के साथ चलने वाले वो लोग होते हैं Praise जब the उनके Lord. सिर पर ताज या उनके सिर पर कांटों का ताज लगाया जाता है, जब उनको कोड़े मार दिया जाता है, उनके हाथों में और पैरों में कील ठोक दिया जाता है, तब वो कैसे बर्दाश्त करते हैं, ये हम सीखते हैं। ഒരു പുതിയ ജീവിതത്തിന് ഒരുത്തൻ ക്രിസ്തുവിലായാൽ 2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ പഴയത് കഴിഞ്ഞുപോയി ഇതാ പുതിയതായിരിക്കുന്നു. അർത്ഥാൽ പുനരുത്ഥാനത്തിന് നാം കൂട്ടവകാശികളായി മാറണം. और दूसरा कुरिन्थियों 5:17 में लिखा गया है कि अगर कोई यीशु मसीह में है, पुरानी सृष्टि बीत चुकी है, वो एक नया सृष्टि हो चुका है। हम इस प्रकार से यीशु मसीह के पुनरुत्थान में भी शामिल होते हैं। ദൈവമക്കളെ, പഴയ ജീവിതം എന്ന് പറഞ്ഞാൽ പാപത്തെ തോപിക്കാൻ പറ്റാത്ത ജീവിതമാണ്. और पुराना जीवन ऐसा जीवन था जहां पर हम पाप को कभी भी हरा नहीं सकते थे। കുറ്റബോധം ഉണ്ടാകും, പക്ഷെ പിന്നെയും ആ തെറ്റ് നാം ആവർത്തിക്കും. हमारे अंदर शायद पाप का बोध होगा, फिर से हम उसी गलती को दोहराते हैं। എന്നാൽ യേശുവിന്റെ കൂട്ടായ്മയിൽ നടക്കാന്ന് പറഞ്ഞാൽ ദൈനംദിനം ജയിക്കുന്ന വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫാണ്. परंतु यीशु मसीह के साथ चलने का मतलब यह है कि प्रतिदिन हम जयवंत होकर चलते हैं। ഒരു വാക്യം കൂടെ വായിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. और एक आयत को पढ़कर मैं यहाँ पर प्रार्थना ആവർത്തന പുസ്തകം 11:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. और व्यवस्था विवरण 11वां अध्याय उसका 10 से 12वें आयत तक। ഇസ്രായേൽ മക്കളുടെ പഴയ ജീവിതവും പുതിയ ജീവിതവും കൂടെ മോശെ ഒന്ന് താരതമ്യപ്പെടുത്തുകയാണ്. और इस्राएलियों का पुराना जीवन और नया जीवन के विषय में मूसा कुछ बातों का तुलना करता है। മോശെ അവരോട് പറയുന്നു, ആവർത്തനം 11:10 മുതൽ 12 വരെ, और व्यवस्था विवरण उसका 11वां अध्याय 10 से 12 तक मूसा कहता है, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നിങ്ങൾ വിട്ടിട്ടു പോകുന്ന മിസ്രയീം ദേശം പോലെയല്ല. देखो जिस देश के अधिकारी होने को तुम जा रहे हो वह मिस्र देश के समान नहीं है। അവിടെ നിങ്ങൾ എങ്ങനെ ജീവിച്ചെന്നറിയാവോ? वहां पर तुम कैसे जिए तुमको पता है। നിങ്ങൾ അവിടെ ഇഷ്ടിക ചൂളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീടിന് പുറകിലോ ഫ്രണ്ടിലോ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. और वहां पर तुम उस ईंट के साथ जो भी काम करते थे, कठिन मेहनत करते थे, अपने घर के बाहर ही आप कुछ साग पदार्थों को उगाते थे। അത് നിങ്ങൾ എങ്ങനെയാ നനച്ചെന്നറിയാമോ? आपने उसको कैसे गीला कर दिया आप जानते हैं। നമ്മുടെ ഭാഷയിൽ പറയാം, അല്പം വെണ്ടയ്ക്കായും പയറും പാവയ്ക്കായും ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ തോട്ടം നനച്ചത് കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി ചക്രം ചവിട്ടിയാ നനച്ചത്. और आपने जो कुछ जो साग उत्पन्न करना था, इसलिए आपने अपने पैरों के साथ उसको दबाकर वहां पर उसको गीला कर दिया। കേരളത്തിൽ ഇന്ത്യയിലുള്ളവർക്ക് അറിയാമല്ലോ, ഈ നദിയിലെ വെള്ളം ചാലിലെ വെള്ളം ചക്രം വലിയ ചക്രം കൊണ്ട് ഇങ്ങനെ ചവിട്ടി കഠിനാധ്വാനം ചെയ്ത് വെള്ളം പുറത്തു കൊണ്ടുവരുന്നത് പോലെ. और हम जानते हैं जो केरल में रहते हैं वो जानते हैं कि किस प्रकार से एक बड़े उस यंत्र में किस प्रकार से उसमें चलाकर जैसे पानी को वो बाहर निकालते हैं, वैसे ही നീല നദിയിലെ വെള്ളം കഠിനാധ്വാനം ചെയ്ത് ചവിട്ടി ചവിട്ടിയാണ് നിങ്ങൾ അല്പം പച്ചപ്പുള്ള പച്ചക്കൃഷി കണ്ടത്. और नील नदी के उस पानी को भी आपने उसी प्रकार से बड़ी कठोर मेहनत के साथ आपने वहां पर साग उगाया। ഇതാ ദൈവമക്കളെ നമ്മുടെ പഴയ ജീവിതം എന്ന് പറയുന്നത്. और यही है आपका पुराना जीवन प्रभु के लोगों। പാപത്തെ ജയിക്കുവാൻ അല്ലെങ്കിൽ പിശാചിനെ ജയിക്കുവാൻ ഓരോ ദിവസവും നമ്മൾ കഷ്ടപ്പെടുകയാണ്. और शैतान को हराने के लिए, पाप के ऊपर जय को पाने के लिए हर दिन मेहनत करना पड़ रहा है। ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ, ഓരോ കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ, വചനം വായിക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാകും, ജയിക്കാൻ പാടാ നമുക്ക്. और हर एक वचन को सुनते हैं या संगति करते हैं, प्रभु के वचन को सुनकर हमारे अंदर पाप का बोध होता है, जय नहीं पा रहे हैं। എന്നാ നോക്കൂ, നിങ്ങൾ ചെല്ലുന്ന ദേശം 11ാം വാക്യം, നിങ്ങൾ പോകുന്ന ദേശം കനാൻ ദേശം എങ്ങനെയാ? परंतु आप जिस देश में जाने वाले हैं, कनान देश कैसा है? അവിടെ നിങ്ങൾ ചക്രം ചവിട്ടി വെള്ളം മലലിയെ കൊണ്ടുവരണ്ട. അവിടെ മലകളും താഴ്വരകളും ഉള്ളതുമായി ആകാശത്തു നിന്ന് മഴവെള്ളം കുടിക്കുന്ന ദേശം. और वहां पर आपको कोई मेहनत नहीं करना पड़ेगा, वो पहाड़ों और तराइयों का देश है और आकाश की वर्षा के जल से
सकता है। ഇതാ പുതിയ ജീവിതം എന്ന് പറയുന്ന ദൈവമക്കളെ. और यही है नया जीवन मेरे प्रिय प्रभु के लोग। ഒരുത്തൻ ക്രിസ്തുവിലായാൽ ഉയരത്തിലെ കൃപ ആത്മശക്തി നമ്മുടെ മേൽ പകർന്ന് ഇന്നലകളിൽ നമുക്ക് തോൽപ്പിക്കുവാൻ കഴിയാതിരുന്ന പരാജയങ്ങളെ ഭാവങ്ങളെ ജയിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കുന്ന ക്രിസ്തീയ ജീവിതം. हमारा नया जीवन हालेलुया। ऐसा जीवन है कि जो परमेश्वर से सामर्थ को पाकर, अनुग्रह को पाकर, जो अब तक हम पाप के ऊपर जय नहीं पाए हैं, हम उसकी अनुग्रह और शक्ति से उन सारे पापों के ऊपर हम जय पा सकते हैं। കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം യേശുവിനോട് ഒരുമിച്ച് നടക്കണം. और जैसे यीशु मसीह को हमने ग्रहण किया, वैसे ही हमारे यीशु मसीह के साथ चलना है। यीशु मसीह को ग्रहण करने का मतलब നമ്മുടെ പാപ സ്വഭാവങ്ങളെ മരിപ്പിച്ച് മരവിപ്പിച്ച് കുഴിച്ചടപ്പെട്ട് ജീവന്റെ പുതുക്കത്തിൽ നിന്ന് നടക്കണം. और हमारे पाप में स्वभाव को मारकर उसको दफनाकर नए जीवन के उस शैली में हमें यीशु के साथ चलना है। അതാ ദൈവമക്കളെ ആത്മീക ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. और यही है आत्मीय जीवन का अर्थ मेरे प्रिय प्रभु के लोगों। അതിന്റെ വലിയ വളർച്ച എങ്ങനെയാണെന്നുള്ളത് കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. और उसका बढ़ोतरी कैसा है, प्रगति कैसा है, प्रभु की आगमन में देरी है तो कल जरूर हम उस बात पर मनन करेंगे। ഇന്ന് രാത്രി വചനം കേട്ട ദൈവമക്കൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ കൂടെ ഓരോ ദിവസവും ഓരോ നിമിഷവും നടക്കുന്നവരാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. मेरी आत्मा में यही इच्छा है कि जिन्होंने वचन को सुना है वो यीशु मसीह को ग्रहण कर यीशु मसीह के साथ संगति करते हुए आगे बढ़ते जाए। ആരെങ്കിലും യേശുവിനെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയംഗമായി യേശുവിനെ കൈക്കൊള്ളുക. अगर आप में से किसी ने भी अब तक यीशु को ग्रहण नहीं किया हो, आज शाम के वक्त में आप अपने हृदय से यीशु मसीह को ग्रहण करें। യേശുവിന്റെ കൂടെ നടക്കുന്നതിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ പാപ വഴികളെ വിടുവാനുള്ള ഒരു ആഗ്രഹം അകത്തുണ്ടായി അവിടുത്തെ കൽപ്പനകൾ അനുസരിപ്പാൻ വിധേയപ്പെടുത്തി കൊടുക്കുക. अगर अब तक आपने पाप के ऊपर जय नहीं पाया है, पाप का बोध आपके अंदर अगर हो रहा है, तो आप प्रभु की व्यवस्था, प्रभु की आज्ञा के सामने अपने आप को अधीन कर आप आगे बढ़े। വിജയകരമായ ജയകരമായ ആനന്ദകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ഈ മണ്ണിൽ കാഴ്ചവെക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന ആശംസയോടും പ്രാർത്ഥനയോടും ഈ വചന ശുശ്രൂഷ ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. एक बहुत ही आशीषमय और जयवंत मसीह जीवन को जीने के लिए प्रभु आपको सामर्थ्य अनुग्रह दे, ये मेरी प्रार्थना है। इन वचनों के द्वारा प्रभु आप लोगों को आशीषित करने पाए। प्रभु आपको आशीष दे। സ്തോത്രം. म्यूटा बहुत बार ये वचन से हम सुना है, फिर भी होते और से पवित्र आत्मा इन वचनों के द्वारा हमारा दिलों से बातचीत किया है। और जैसे हम प्रभु यीशु मसीह को अंगीकार किया, वैसे उनके संगति में चलते रहे। केवल प्रभु यीशु मसीह को अंगीकार करने से नहीं, बल्कि निरंतर हमेशा यीशु मसीह के संगति में चलते रहना. യേശു ക്രിസ്തുവിന്റെ ആ കൂട്ടായ്മയിൽ വിശ്വാസികളായിരിക്കുന്ന നമുക്ക് നിരന്തരം നടക്കുക. ആ കൂട്ടായ്മ എന്താണ്, എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് വ്യക്തമായി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ വചനപ്രകാരം നമ്മുടെ ജീവിതം ധന്യമായി തീരുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കാം. തുടർന്ന് പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടെനി തോമസ് ഒരു പാട്ട് പാടുകയും നമ്മെ ആരാധനയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതായിരിക്കും. Praise the Lord. Hallelujah. Thank you, Lord Jesus.